السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. أما بعد فاتقوا الله عباد الله. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ റിയാദുസ് സാലിഹീനിൽ അന്നഹിയു അനി തജസ്സുസി, ചാരവൃത്തി നടത്തുന്നത് നിരോധിക്കപ്പെട്ട കാര്യമാണ്, ചുഴിഞ്ഞന്വേഷണം നിരോധിക്കപ്പെട്ട കാര്യമാണ് എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അധ്യായത്തിലാണ് നമ്മളുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ അതുമായി ബന്ധപ്പെട്ട സൂറത്തുൽ അഹ്സാബിലെ 58-ാമത്തെ സൂക്തവും സൂറത്തുൽ ഹുജറാത്തിലെ 12-ാമത്തെ സൂക്തവും നമ്മൾ പറയുകയും ശേഷം അല്പം സുദീർഘമായ ഒരു ഹദീസ് വിശദീകരിക്കുകയും ചെയ്തു. ആ ഹദീസിൻ്റെ മറ്റു ചില റിപ്പോർട്ടുകൾ എപ്രകാരമാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഇനി നമുക്ക് കേൾക്കുവാനുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ വിഷയങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവണം. വഫീ റിവായത്തിൻ, ചില റിപ്പോർട്ടുകളിൽ ഇപ്രകാരമാണുള്ളത്. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത്, ലാ തഹാസദു, നിങ്ങൾ അസൂയ വെക്കരുത്, നമ്മൾ വിശദീകരിച്ചതാണ്. വലാ തബാഗദു, നിങ്ങൾ പരസ്പരം വിദ്വേഷം വെച്ച് പുലർത്തരുത്, വിശദീകരിച്ചു കഴിഞ്ഞു. വലാ തജസ്സസു, ചുഴിഞ്ഞന്വേഷിക്കുകയും ചെയ്യരുത്. വലാ തഹസ്സസു, കുത്തി ഓരോ ചോദ്യങ്ങൾ ചോദിച്ച് പിന്നാലെ കൂടരുത്. അതൊക്കെ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. ഈ റിപ്പോർട്ടിൽ, കഴിഞ്ഞ റിപ്പോർട്ടിൽ വരാത്ത ഒരു പദമാണ് പ്രത്യേകം വന്നിട്ടുള്ളത്. അതാണ് കേൾക്കാൻ പോകുന്നത്. വലാ തനാജശു വകൂനു ഇബാദല്ലാഹി ഇഖ്വാന. വലാ തനാജശു, നിങ്ങൾ നജിസ് ചെയ്യരുത്. എന്താണ് ഈ നജിസ് എന്ന് പറഞ്ഞാൽ? സീനല്ല, ഷീനാണ്. നജസ് എന്ന് പറയുന്ന മാലിന്യം എന്നാണ്. ഇത് നജിഷാണ്. ഈ നജിഷ് എന്ന് പറഞ്ഞാൽ ബിസിനസ് മേഖലയിൽ കാണുന്ന, ഇസ്ലാം വിരോധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അത് നിങ്ങൾ ചെയ്യരുത് എന്ന് പറയുകയാണ്, ശക്തമായി അത് വിരോധിച്ചിരിക്കുകയാണ്. ഹദീസുകളിൽ നമുക്ക് അത് പ്രത്യേകം തന്നെ എടുത്തു പറഞ്ഞതായി ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സഹീഹുൽ ബുഖാരിയിലും അതുപോലെ തന്നെ ഇമാം മുസ്ലിമിൻ്റെ സഹീഹ് മുസ്ലിമിലുമൊക്കെ നഹൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ അനിൻ നജ്ശി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നജിസ് വിരോധിക്കുകയുണ്ടായി. അപ്പം എന്താണ് നജിസ്? അൻ നജിഷു, നജിസ് എന്ന് പറഞ്ഞാൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരത് കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. ഹുവ സിയാദത്തു ഫീ സമനി സിൽഅ, ചരക്കിന് വില ഏറ്റി പറയുക. മിമ്മൻ ലാ യുരീദു ശറാഅഹ, ആരാ വില ഏറ്റി പറയുന്നത്? വാങ്ങാൻ ഉദ്ദേശമില്ലാത്ത ആള്. ചരക്ക് വാങ്ങാൻ ഉദ്ദേശമില്ല അയാൾക്ക്, പക്ഷെ അയാൾ ഇങ്ങനെ അവിടെ നിന്നുകൊണ്ട് വില ഇങ്ങനെ അധികം പറയണം. വഹുവ ഹറാം, എന്നത് ഹറാമാണ്. ലിമാ ഫീഹി മിൻ തഗ്രീരിൽ മുഷ്തരി വ ഖദിഅതിഹി, അത് കസ്റ്റമറെ വഞ്ചിക്കുന്ന പരിപാടിയായതുകൊണ്ട്, അവനെ ചതിക്കുന്ന ഏർപ്പാടായതുകൊണ്ട് അത് ഇസ്ലാം വിരോധിച്ചിരിക്കുകയാണ്. അപ്പം നജിസ് എന്ന് പറഞ്ഞാൽ വളരെ ക്ലിയറാണ്. അപ്പം നമ്മളൊരു സാധനം വാങ്ങാൻ മാർക്കറ്റിൽ ചെന്നിരിക്കുകയാണ്. ഒരു ചന്ത, ഒരു മാർക്കറ്റ് എന്ന് കൂട്ടിക്കൊള്ളും. അവിടെ ഒരു സാധനം ഇങ്ങനെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. നമ്മൾ ആ സാധനം പോയി നോക്കുന്നു. എനിക്ക് ആ സാധനം ആവശ്യമുണ്ട്. ഞാനത് വാങ്ങാൻ വേണ്ടിയിട്ട് ഉടമയോട് വില പറയുന്നു, വിലപേശുന്നു. അപ്പോൾ അയാൾ അതിനൊരു വില പറയുന്നു, ഞാനൊരു വില പറയുന്നു. അപ്പം ഇത് വാങ്ങാനൊന്നും ഉദ്ദേശമില്ലാത്ത ഒരാൾ, അത് പലപ്പോഴും പല ചന്തകളിലും കച്ചവടക്കാർ തന്നെ ഏർപ്പാടാക്കിയിട്ടുണ്ടാവും. കുറച്ച് ആളുകളെ, നമുക്ക് അവരെ പരിചയമില്ല, ഒരാൾക്കൂട്ടം അങ്ങനെ ഉണ്ടാവും അവിടെ. എന്നിട്ട് അവരെന്ത് ചെയ്യും? ഈ സാധനത്തിന് ഇല്ലാത്ത വില അങ്ങനെ വർദ്ധിപ്പിച്ച് പറയും. അതെന്തിനാ? നമ്മളെ പറ്റിക്കാണ്. അപ്പം നമ്മൾ വിചാരിക്കും, ഇത് നമ്പർ 1 സാധനമാണ്, ഇത് ഞാൻ വിചാരിച്ച മാതിരിയൊന്നും അല്ല, നല്ല ക്വാളിറ്റി ഉണ്ട്. കണ്ടില്ലേ, ആളുകളൊക്കെ പലരും ഇപ്പോൾ എത്ര ആളാണ്, ഞാൻ കണ്ട വിലൻ്റെക്കാണൊക്കെ എത്രയോ ഇരട്ടിയാണല്ലോ പറയണത്. സംഗതി നല്ല സാധനമാണ്. ചെല്ലുന്ന കസ്റ്റമറെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അവിടെ ആളുകളെ ഏർപ്പാട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്, കുറേ ദല്ലാളുമാരും അയാളുടെ സിൽബന്ധികളൊക്കെ. പക്ഷേ അവർ തമ്മിലൊരു വലിയ ബന്ധമില്ലാത്ത മാതിരിയാണ് അവർ നിൽക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ വില പേശുമ്പോൾ വേണ്ടെന്ന, എനിക്ക് വേണ്ടാന്ന് പറയുമ്പോൾ അപ്പുറത്തെ ആൾ, പിന്നെ ഞാൻ ഇത് എടുത്തട്ടെ, പിന്നെ ഇത്ര വില കൂട്ടി പറയാം. അയാൾക്കത് വാങ്ങാൻ ഉദ്ദേശമല്ല. അപ്പം തനിക്ക് ഒരു സാധനം വാങ്ങാൻ ഉദ്ദേശമില്ലാതെ അതിൻ്റെ വില കൂട്ടിപ്പറയുവാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യാണ്? കള്ളം പറയാണ്. എനിക്ക് ആവശ്യമില്ലാത്തൊരു വസ്തുവിന് ഞാൻ വില പറയാം.
എൻ്റെ ഉദ്ദേശം എന്താണ്? ഈ കച്ചവടക്കാരനെ സഹായിക്കുക, ഈ കസ്റ്റമർ പറ്റിക്കപ്പെടുകയാണ്. ഇത് ഇസ്ലാം വിരോധിച്ചു. ഇതാണ് നജിഷ്. ഇതതിൻ്റെ ഒരു രൂപമാണ്. ഔ അല്ലെങ്കിൽ ഈ മറ്റൊരു രൂപവും നജിഷിൽ പെടും. അൻ യംദഹൽ മബീഉ ബിമാ ലൈസ ഫീഹി ലിയുറവ്വിജഹു. അതെന്താണ്? വിൽക്കുന്നയാൾ മദ്ഹ് പറയുക ആ സാധനത്തിന്, ബിമാ ലൈസ ഫീഹി, അതിനില്ലാത്ത ഗുണങ്ങളാണ് മുഴുവൻ വിളിച്ചു പറയുന്നത്. ആ വസ്തുവിന് അങ്ങനെ ഒരു ക്വാളിറ്റിയോ ഒരു പ്രത്യേകതയോ ഇല്ല, കള്ളം പറയാണ്. എന്തിനാണ്? സാധനമാണ് ചിലവാക്കാൻ വേണ്ടിയിട്ട്. അതും നജിസ് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എടുത്തു പറഞ്ഞല്ലോ, 3 വിഭാഗം ആളുകളെ അള്ളാഹു നാളെ പരലോകത്ത് അവരിലേക്ക് കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കുകയില്ല, അവരോട് സംസാരിക്കുകയില്ല, അവരെ ഒരു നിലക്കും പരിഗണിക്കുകയുമില്ല. അത്ര അവരോട് അള്ളാഹുവിന് വെറുപ്പാണെന്ന് പറയപ്പെട്ട 3 വിഭാഗം ആളുകൾ. അതിൽ ഒരു വിഭാഗം അൽ മുൻഫിഖു സൽഅതഹു ബിൽ ഹൽഫിൽ കദിബി, കള്ളസത്യം ചെയ്തുകൊണ്ട് ചരക്ക് വിൽപ്പന നടത്തുന്നവൻ. അപ്പം നമ്മൾ ചോദിച്ചാൽ നിങ്ങൾ ഈ പറയണമൊക്കെ ശരി, വല്ലാഹ് ഒരു സത്യം എത്ര തവണ വല്ലാഹി പറയാനും അയാൾക്കൊരു മടി ഉണ്ടാവില്ല. അയാളെ ആ സാധനമാണ് ചിലവാക്കണം. അതിനിപ്പോൾ എന്ത് നുണ പറഞ്ഞിട്ടായാലും വേണ്ടില്ല. ഇതിൻ്റേതായ ഇനത്തിലാണ് ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ സമൂഹത്തിൻ്റെ ഇടയിൽ നിലനിൽക്കുന്ന പല രൂപത്തിലുള്ള കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുമെന്നാണ് ആധുനിക രൂപം പറയുന്നുണ്ട് പണ്ഡിതന്മാർ. വമിനസ്സുവരിൽ ഹദീസാലി നജിസിൽ മഹ്ദൂറ, ഹറാമായ ഈ നജിസിൻ്റെ ഇനത്തിൽ തന്നെയാണ് പെടുക ഇഅ്തിമാദുൽ വസായിലി സമഇയ്യ വൽ മർഇയ്യ വൽ മഖ്റൂഅ, ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു വസ്തുവിനെ വർണ്ണിച്ച് വൻ രൂപത്തിൽ അതിന് പബ്ലിസിറ്റിയും അഡ്വർടൈസ്മെൻറ്റും നൽകിയിട്ട്, ആഡുകൾ നൽകിയിട്ട് കസ്റ്റമറെ പറ്റിക്കുന്ന രൂപത്തിലുള്ള പരസ്യങ്ങളും ഈ നജിസിൽ പെടുന്നു. ഒരു വസ്തുവിനില്ലാത്തത് പറയുന്ന ആഡുകൾ മുഴുവനും എങ്ങനെയാണ് അത് അവർക്കേ അറിയുള്ളൂ. ആ പറയുന്ന ഒരു ഗുണം അതിനുണ്ടാവില്ല. പക്ഷേ അതിങ്ങനെ പൊലിപ്പിച്ച് ഒരുപാട് മീഡിയകൾ അങ്ങനെ വിളിച്ചു പറയുമ്പോൾ വേണമെങ്കിൽ ബ്ലോഗർമാർ വന്നിട്ട് അവർ പറയും, മറ്റു ഒരുപാട് ബ്ലോഗർമാർ വരും, കുറേ മീഡിയകൾ അതിനെ സപ്പോർട്ട് ചെയ്യും, അവർക്കൊക്കെ കമ്മീഷനും കൊടുക്കുന്നുണ്ടാകും. അപ്പറയുന്ന ഒരു ഗുണവും ഏതിനുണ്ടാവില്ല, ഈ വസ്തുവിനുണ്ടാവുകയുമില്ല. പറ്റിക്കപ്പെടുന്നത് ആരാണ്? കസ്റ്റമർ പറ്റിക്കപ്പെടുന്നു. അതുകൊണ്ട് ഇസ്ലാം ഇത് വിരോധിച്ചിരിക്കുകയാണ്. നമുക്കിപ്പോൾ എങ്ങനെയും സാധനം ചിലവായാൽ പോരെ, ആഡ് കൊടുത്തിട്ടോ പരസ്യം കൊടുത്തിട്ടോ, ഞാൻ അതല്ലെങ്കിൽ ബ്ലോഗർമാരെ ഏൽപ്പിച്ചിട്ട് അവരതിനില്ലാത്ത പൊലിപ്പിച്ച് പറഞ്ഞിട്ടോ. ഇപ്പോൾ അങ്ങനെയാണല്ലോ, അങ്ങനത്തെ ഒരു കാലമാണല്ലോ. സാധനമൊക്കെ തട്ടിമറിച്ചിട്ടിട്ടല്ലേ ബ്ലോഗർമാർ ഓരോതിൻ്റെ പരസ്യം നടത്തുന്നത്. സാധനമൊക്കെ തട്ടിമറിച്ച് എറിഞ്ഞിട്ടൊക്കെയാണ്. നമ്മളങ്ങോട്ട് എന്താണെന്നാ പറയേണ്ടത്, നമ്മളതിലങ്ങോട്ട് വീണ് പോകും. ഞാൻ കടയിൽ എത്തേണ്ട താമസമുള്ളൂ, നമ്മളത് മുഴുവനോട് പോരും. അമ്മാതിരിയാണ് അതിനെക്കുറിച്ച്. ക്വാളിറ്റി ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ക്വാളിറ്റി ഉള്ളതാണ് ഞങ്ങൾ പറയണത് എന്നാണോ ന്യായം? കുഴപ്പമൊന്നുമില്ല. ക്വാളിറ്റി ഇല്ലേ, പരലോകത്ത് കുറച്ച് കുഴങ്ങും, പരലോകത്ത് കുറച്ച് കുഴങ്ങും. ഇവിടെ 4 പൈസ ഉണ്ടാവും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സത്യം മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളൊരു വസ്തു വിൽക്കുകയാണെങ്കിൽ അതിലൂടെ ബർക്കത്തുണ്ടാകും എന്നാണ്. അതല്ല, നിങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് വഞ്ചിക്കുകയാണോ, അതിൻ്റെ ബർക്കത്ത് അള്ളാഹു നീക്കിക്കളയും എന്നാണ്. എന്താ ഈ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ഫോൺ വാങ്ങി, ഒരാളടുത്തൊന്ന് ഫോൺ വാങ്ങി, അയാൾ എനിക്ക് വിറ്റു 1000 ദിർഹംസ്. ഓക്കെ, ഇത് അയാൾ എനിക്ക് സത്യസന്ധമായിട്ട് ഇതിനുള്ള ഗുണങ്ങളും ഇതിൻ്റെ കമ്പനിയും ഇതിൻ്റേതായ സത്യം മാത്രം പറഞ്ഞിട്ടാണോ അയാൾ എനിക്ക് തന്നത്? 1000 ദിർഹംസ് ആയിക്കോട്ടെ, ഞാനും തൃപ്തിപ്പെട്ടിട്ടാണ് വാങ്ങിയത്. അതാണല്ലോ കച്ചവടത്തിൻ്റെ ഏറ്റവും വലിയ ഷർത്ത്. എന്താണ്? അത്തറാദി. വാങ്ങുന്നവനും വിൽക്കുന്നവനും പരസ്പരം തൃപ്തിപ്പെടലാണ്. അങ്ങനെ തൃപ്തിപ്പെട്ട് അപ്പോൾ കച്ചവടം നടന്നല്ലോ, അതാണല്ലോ തിജാറ. ആ തിജാറയിലെ ബർക്കത്ത് എന്താണ്? സത്യസന്ധമായാണെങ്കിൽ അതിൽ ബർക്കത്തുണ്ട്. എന്നാൽ അയാൾക്ക് ആ പണം ഉപകരിക്കും, അതിൻ്റെ ലാഭം അയാൾക്ക് ഉപകരിക്കും. നേരെ മറിച്ച് അയാൾ എന്നോടില്ലാത്ത ഗുണഗണങ്ങൾ പറഞ്ഞ് 1500 എന്നെ പിടിപ്പിച്ചു, ഞാനത് കൊടുത്തു, എനിക്ക് ഈ സാധനം തന്നെ ആവശ്യമുണ്ട്. അയാളാണെങ്കിൽ ഒട്ടും കുറയുന്നില്ല, ഒരുപാട് ഗുണങ്ങൾ അയാൾ പറയുന്നുണ്ട്, വേണമെങ്കിൽ സത്യം ചെയ്യുന്നുണ്ട്. ഞാൻ വിശ്വസിച്ചു, ഞാൻ അയാളെ അടുത്ത് വാങ്ങി, ഞാൻ പറ്റിക്കപ്പെട്ടു. എനിക്കെപ്പോഴും അറിയില്ല ഞാൻ പറ്റിക്കപ്പെട്ടോ ഇല്ലേ, പക്ഷേ അറിഞ്ഞവരും നാഥനുണ്ട്, റഹ്മാനായ റബ്ബ്. ആ റബ്ബാണ് ബർക്കത്ത് നിശ്ചയിക്കുന്നവനും ബർക്കത്ത് നീക്കുന്നവനും. 1500 വാങ്ങി, 1000 ആയിരുന്നു അയാൾ വാങ്ങേണ്ടിയിരുന്നത്. 500 ഫലത്തിൽ എണ്ണി നോക്കുമ്പോൾ അയാളുടെ ബാലൻസ് ഷീറ്റിൽ ഉണ്ട്. പക്ഷേ ബർക്കത്ത് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം ആ 500 അയാളുടെ ജീവിതത്തിൽ ഒരു പക്ഷേ അത് മാത്രം നഷ്ടപ്പെടുകയല്ല ഉണ്ടാവുക, 1000 നഷ്ടപ്പെട്ടേക്കും. അതാ ബർക്കത്ത് പോവുക എന്ന് പറഞ്ഞാൽ. അത് പല വിധത്തിലുമാവാം, പല വിധത്തിലത് സംഭവിക്കാം. ആ കച്ചവടമൊക്കെ നടന്നു, അയാളിങ്ങനെ പോയി, അന്നൊന്നും സംഭവിച്ചില്ല, അടുത്ത ആഴ്ച കഴിഞ്ഞു, പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, അയാൾക്ക് ഇങ്ങനെ വരുമാനങ്ങളും വരവൊക്കെ ഉണ്ട്, അങ്ങനെ ബിസിനസ് അങ്ങനെ പോകുന്നുണ്ട്. ഒരിക്കൽ ചിലപ്പോൾ ഏതോ ഒരാൾ പരിശോധനയ്ക്ക് വന്നു,
മുനിസിപ്പാലിറ്റി എന്നും പലയിടത്തും നോക്കുക, ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആളുകൾ വരുമല്ലോ, ഒരു പരിശോധന. അടിച്ചു ഫൈന് 5000 അടിച്ചു. എങ്ങനെ ഇപ്പോൾ ഇത് പോയി? എങ്ങനെ ഇപ്പോൾ ഇത് സംഭവിച്ച്? ഇനി അതല്ല, അദ്ദേഹത്തിനോ അല്ലെങ്കിൽ കുടുംബത്തിൽപ്പെട്ട അദ്ദേഹം ചെലവാക്കേണ്ടുന്ന ഏതോ ഒരു മേഖലയിൽ ആർക്കോ ഒരു അസുഖം, ഡോക്ടറെ കാണിക്കേണ്ടി വന്നു, മെഡിക്കൽ ചെക്കപ്പിൻ്റെ ഫീസ് കൊടുക്കേണ്ടി വന്നു, ഡോക്ടർ കുറിച്ച മരുന്നുകൾ വാങ്ങേണ്ടി വന്നു, ആൻറ്റിബയോട്ടിക്കുകളുണ്ട്, ആൻറ്റിബയോട്ടിക്കുകൾ കൂടിയായ പിന്നെ 100, 110, 150 കൊടുക്കേണ്ടി വരും. അങ്ങനെ അയാൾ വിചാരിക്കാത്ത നിലക്ക് അപ്പോഴും അയാൾക്ക് മനസ്സിലാവണില്ല. അപ്പം ചിന്തിക്കണം, ആലോചിക്കാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിലൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറയാണ്. ബറക്കത്ത് ബറക്കത്ത് എന്ന് പറയുന്നത് ഒരുപാട് കിട്ടലല്ല, ഒരുപാട് കിട്ടിയവർക്ക് ബറക്കത്തുണ്ട് എന്ന് പറയരുത്. 1000 ദിർഹംസ് സാലറി വാങ്ങിയിട്ട് വളരെ സുന്ദരമായി ജീവിക്കുന്ന ആളുകളുണ്ട്. അവർക്കൊരു ടെൻഷനുമില്ല, കിടന്നാൽ കൃത്യസമയത്ത് അവർ ഉറങ്ങും. പക്ഷേ അവർക്ക് അവരുടേതായൊരു ലൈനുണ്ട്, അതിലവർ മുന്നോട്ട് പോകുന്നു. 10,000 വാങ്ങുന്നു, പക്ഷേ 28-ാം തീയതി ആകുമ്പോഴേക്ക് അയാൾ ആളുകളോട് കൈ നീട്ടുന്നു. ഒരു 1000 രൂപ കടമെടുക്കണ്ടോ? ഒരു 5000 രൂപ ഒന്നും മറിക്കണ്ടോ? അടുത്ത 10-ാം തീയതി തരാം. എന്തേ ഇയാൾക്ക്? ഒരുപാട് കിട്ടുന്നുണ്ട്, പക്ഷേ ഇവിടെ പോകുന്നതെന്ന് അറിയുന്നില്ല, ബറക്കത്തില്ല. അപ്പൊ ബറക്കത്ത് എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം സമൃദ്ധി, പുരോഗതി, വളർച്ച എന്നൊക്കെയാണ്. ഭൂരിക, വളർച്ച നൽകപ്പെട്ടോ, പുരോഗതി നൽകപ്പെട്ടോ, അഭിവൃദ്ധി നൽകപ്പെട്ടോ എന്നൊക്കെയാണ് അർത്ഥം. ഇതങ്ങോട്ട് നഷ്ടപ്പെടുകയാണ്. ഇത് നൽകേണ്ടവൻ ബറക്കത്തിന്റെ ഉടമ, സർവ്വ ബറക്കത്തുകളുടെയും ഉടമ തബാറക്കല്ലാഹ്, അള്ളാഹുവാണ്. എല്ലാ ബറക്കത്തും അവൻ്റെതാണ്. അവനാണ് ബറക്കത്ത് നൽകുന്നവനും ഇല്ലാതെയാക്കുന്നവനും. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് സൂക്ഷ്മത പുലർത്താനാണ്. നിങ്ങൾ സൂക്ഷ്മത പുലർത്തിയാൽ നിങ്ങൾ എവിടെയും പരാജയപ്പെടൂല എന്ന് അള്ളാഹ് ഓഫറും ചെയ്തിട്ടുണ്ട്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. ആര് ഏത് വിഷയത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുവോ യജ്അൽ ലഹു മഖ്റജ, അള്ളാഹു അവൻ ഏത് അവസരത്തിൽ കുടുങ്ങുമ്പോഴും ഒരു എക്സിറ്റ് അവന് നൽകും. പ്രയാസങ്ങളിൽ നിന്ന് പുറത്തു കിടക്കാൻ അവനക്ക് അള്ളാഹു എന്തെങ്കിലും ഒരു വഴി കൊടുക്കും. വയർസുഖുഹു, അവൻ അള്ളാഹു നൽകുകയും ചെയ്യും. മിൻ ഹൈസു ലാ യഹ്തസിബു, അവൻ വിചാരിക്കാത്ത ഇടങ്ങളിലൂടെ, വിചാരിക്കാത്ത വിധത്തിൽ അവന് കാര്യങ്ങൾ നടന്നു പോകുന്നു. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു, അള്ളാഹുവിൽ ആര് ഭരമേൽപ്പിക്കുന്നുവോ അവന് അള്ളാഹു മതിയായവനാണ്. പക്ഷേ സുഹൃത്തുക്കളെ, ഈ വചനങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിലും ഒരു പ്രശ്നം വരുന്ന ഘട്ടത്തിൽ ചെകുത്താൻ നമ്മളോട് നമ്മുടെ മനസ്സിൽ വസുവാസം ഉണ്ടാക്കും. നീ ഇപ്പം അങ്ങനെ ചെയ്താൽ പ്രശ്നമാണ്, അതുകൊണ്ട് നീ ആകെ നഷ്ടത്തിൽ മുന്നോട്ട് പോകേണ്ടി വരും, നീ ആകെ പൊളിഞ്ഞു പോകും, നിനക്ക് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂല എന്നിങ്ങനെ മനുഷ്യൻ്റെ മനസ്സിൽ ദുർബോധനം നടത്തും. അവിടെ പരീക്ഷിക്കപ്പെടും നമ്മൾ. പരീക്ഷിക്കപ്പെടുമ്പോൾ ഈമാനില്ലാത്തവർ, ഈമാൻ ദൃഢമായിട്ടില്ലാത്തവർ പൈശാചിക ദുർബോധനങ്ങൾക്ക് വഴിപ്പെട്ട് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് ചെയ്യും. അപ്പോൾ അവൻ റബ്ബിൻ്റെ വെറുപ്പ് സമ്പാദിക്കുകയും ചെയ്തു ദുന്യാവിൽ. എന്നാൽ അത് മുഖേന കിട്ടിയത് അവന് ഉപകരിച്ചതുമില്ല. ഖസിറത് ദുന്യാ വൽ ആഖിറ, ദുന്യാവും നഷ്ടപ്പെട്ടു, ആഖിറവും നഷ്ടപ്പെട്ടു. അതേ അവസരത്തിൽ എൻ്റെ റബ്ബിന് അത് ഇഷ്ടമില്ലല്ലോ, എൻ്റെ റബ്ബ് അത് വിരോധിച്ച കാര്യമല്ലേ, അത് മുഖേന ഇനി എനിക്ക് എൻ്റെ ബാലൻസിൽ എനിക്ക് കാണാൻ കുറച്ച് കൂടുതൽ പൈസ ഉണ്ടായിട്ട് എന്താ കാര്യം, അതെനിക്ക് ഉപകരിക്കൂല എന്നല്ലേ എൻ്റെ റസൂല് പഠിപ്പിച്ചിട്ടുള്ളത്, അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല എന്ന് റബ്ബിന് വേണ്ടി നമ്മളൊരു കാര്യം ഒഴിവാക്കിയാൽ അതിൻ്റെ പേരിൽ നമ്മൾ വിഷമിക്കേണ്ടി വരില്ല. അതാണ് റബ്ബ് പറയുന്നത് യജ്അൽ ലഹു മഖ്റജ എന്ന് പറയും. ആ മഖ്റജ് ഇപ്പം അവൻ എല്ലാം തികഞ്ഞുകൊണ്ടായിക്കൊള്ളണമെന്നില്ല, എല്ലാം കിട്ടിക്കൊണ്ടായിക്കൊള്ളണമെന്നില്ല. മനസ്സിന് സമാധാനം കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ മഖ്റജ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഒരു വിഷയം എനിക്കുണ്ട്, എൻ്റെ മുമ്പിൽ ഒരു വലിയ പ്രതിസന്ധിയുണ്ട്. ആ പ്രതിസന്ധിയിൽ നിന്ന് ഞാൻ തഖ്വയുള്ള മനുഷ്യനാണെങ്കിൽ എനിക്കൊരു പ്രതിസന്ധി ഉണ്ടാവില്ല എന്നൊന്നും അതിനർത്ഥം വെക്കരുതാരും. കാരണം ഈമാനും തഖ്വയുള്ളവർക്ക് നല്ല പ്രയാസം ഉണ്ടാവും. പിന്നെ മഖ്റജ് കിട്ടും എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അങ്ങനെ തെറ്റിദ്ധരിച്ചു പോകരുത്. അങ്ങനെയൊക്കെ നോക്കുന്നവർക്ക് നല്ല അള്ളാഹ് അങ്ങോട്ട് കൊടുക്കും വാരിക്കോരി, അതല്ല എൻ്റെ ഉദ്ദേശം. മഖ്റജ് എന്ന് പറയുന്നത് ഏറ്റവും ഞാൻ അകപ്പെട്ട ദുരന്തത്തിൽ എനിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരില്ല. കാരണം എനിക്കെൻ്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു വലിയ നിഅമത്ത് അല്ലാഹു തരും. ലൈസൽ ഗിനാ ബികസറത്തിൽ മാലി, ഒരു മനുഷ്യൻ്റെ മനസ്സിൻ്റെ അല്ലെങ്കിൽ മനുഷ്യന് ഐശ്വര്യമുണ്ടാവുക എന്ന് പറയുന്നത് ബികസറത്തിൽ അർളി, വിഭവങ്ങൾ കുറേ ഉണ്ടാവലല്ല. വലാകിന്നൽ ഗിനാ ഗിനൻ നഫ്സ്, മനസ്സിൻ്റെ ധന്യതയാണ് ഏറ്റവും വലിയ സമ്പാദ്യമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിന് സുഖം ഉണ്ടാവുക. എന്ത് ടെൻഷൻ എനിക്കുണ്ടെങ്കിലും എനിക്ക് പുറത്തിറങ്ങുമ്പോൾ ചിരിക്കാൻ കഴിയുന്നു. ഒരാളുടെ മുമ്പിൽ അത് പ്രകടിപ്പിക്കാതെ എൻ്റെ മുഖഭാവം നിയന്ത്രിക്കാൻ എനിക്ക് പറ്റുന്നു.
ഞാനാകെ വിഷമത്തിലാണ്. പക്ഷെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അകത്താണെങ്കിലും പുറത്താണെങ്കിലും എനിക്ക് കൺട്രോൾ ലഭിക്കുന്നുണ്ട് എൻ്റെ മനസ്സിന്. അതല്ലേ ഏറ്റവും വലിയ നിഅമത്ത്. അത് തഖ്വയുള്ളവർക്കേ കിട്ടൂ. അല്ലാത്തവർ എന്തു ചെയ്യും? ഒന്നിൻ്റെ പിറകെ മറ്റൊന്നിലേക്ക്, ഒന്നിന് പിറകെ മറ്റൊന്നിലേക്ക് അവൻ അവൻ്റേതായ രൂപത്തിലുള്ള പ്രയാസങ്ങളുടെ ലോകത്തേക്ക് കൂടുതൽ കൂടുതൽ കൂപ്പുകുത്തിക്കൊണ്ടേയിരിക്കും. ഇവിടെയാണ് നമ്മളത് മനസ്സിലാക്കിയിരിക്കേണ്ടത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇസ്ലാം പറയാണ് വലാ തനാജസു, നിങ്ങൾ വില ഏറ്റി പറയരുത് എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. അതിന് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കാണുന്ന ചില ലേലങ്ങളുണ്ട്. ലേലങ്ങൾ, ഒരാൾക്കിപ്പോൾ ലേലം വിളിക്കാം. ലേലം വിളിക്കുന്നത് ഇസ്ലാമിൽ തെറ്റൊന്നുമില്ല. ഞാൻ ഈ വസ്തുവിനിതാ 50 റുപ്യ, 50 റുപ്യക്ക് എടുക്കാൻ ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ ഒരാൾ പറഞ്ഞു 60 റുപ്യ. അയാൾക്കത് വാങ്ങണം എന്ന് അയാൾക്ക് ഉദ്ദേശമുണ്ട്. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞാൽ വേറെ ആരും ഇല്ലെങ്കിൽ അയാൾക്ക് ആ മുതൽ കിട്ടും. അയാൾ പറ്റിക്കാനൊന്നും അല്ലത്. അയാൾ വെറുതെ 60 എന്ന് പറഞ്ഞിട്ട് വേറെ ആൾ 100 പറയാനൊന്നുമല്ല. ആ ഉദ്ദേശത്തിനാണെങ്കിൽ അതും എന്ത് തന്നെയാണ്? ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ കുറ്റക്കാരനാണ്. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ കുറ്റക്കാരനാണ്. എന്ത്? സമൂഹത്തിലുള്ള കൂടിയ ആളുകളൊക്കെ കുറേ വില ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ ഇങ്ങനെ കൂട്ടി പറയാം. ആ ഉദ്ദേശത്തിൽ അയാൾ പറയാൻ പാടില്ല. നേരെ മറിച്ച് അവിടെ അവർക്ക് തമ്മിൽ എല്ലാവർക്കും അറിയാം, കൂടുതൽ വില ആര് പറയുന്നോ അവർക്കാണിത് കിട്ടുക എന്നുള്ളത് എല്ലാവർക്കും അവിടെ ഇത്തിഫാക്കാണ്. അതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ കിട്ടാം, കിട്ടാതിരിക്കാം. ചിലപ്പോൾ എനിക്ക് കിട്ടിയേക്കാം, വേറെ ആരും പറയുന്നില്ലെങ്കിൽ എനിക്ക് കിട്ടിയേക്കാം, അപ്പം ഞാൻ വാങ്ങും. ആ നിരക്കാവാം. അതല്ലാതെ വെറുതെ ഇങ്ങനെ വിളിച്ച് ഇങ്ങനെ കയറ്റി വിളിച്ചു കൊണ്ടുപോകും. എന്തിനാ? പറ്റിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള സമ്പ്രദായങ്ങൾ, അങ്ങനെ പല രൂപത്തിലുള്ള സാമ്പത്തികമായ ഇടപാടുകളും ഇന്ന് സമൂഹത്തിലുണ്ട്. എന്തായിരുന്നാലും ഇവിടെ കസ്റ്റമറെ ചതിക്കുന്നു. ഇതിപ്പോൾ നമ്മുടെ അധ്യായത്തിൽ കൊണ്ടുവരാൻ എന്താ കാരണം? നമ്മുടെ അധ്യായം ഉഖുവത്തിൻ്റെ അധ്യായമാണ്. മുസ്ലിമീങ്ങൾ, വിശ്വാസികൾ പരസ്പരം നല്ല സഹോദരങ്ങളാവണം എന്നാണ്. എന്താണ് ഇതുകൊണ്ടുണ്ടാകുന്ന ദൂഷ്യം? എന്താണ്? ആളുകൾക്കിടയിൽ, ഉപഭോക്താക്കൾക്കിടയിലും അതുപോലെ തന്നെ ഈ കച്ചവടക്കാർക്കിടയിലൊക്കെ വ്യക്തികൾക്കിടയിലുള്ള നല്ല ബന്ധമാണ് തകരും. കാരണം ഇതൊന്നും എന്നും ഒളിപ്പിച്ചു വെക്കാൻ പറ്റൂല. ഞാൻ പറ്റിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ കുറേ ദിവസം കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാവും അയാൾ എന്നെ പറ്റിച്ചാണ്, അയാൾ എന്നെ നല്ലോണം പറ്റിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് അയാളോട് ഉറപ്പായി നല്ലൊരു ബന്ധമായിരുന്നു. പക്ഷെ ആ ബന്ധം പോയി. ഞാൻ ഇതുവരെ ഏറ്റവും നല്ല ഒരാളെക്കുറിച്ച് എനിക്ക് നല്ല ചിന്തയുണ്ടായിരുന്നത് അയാൾ എന്നെ പറ്റിക്കൂല എന്ന് ഉറപ്പായിരുന്നു. അങ്ങനെ അയാളെടുത്ത് തന്നെ ഞാൻ സാധനങ്ങൾ വാങ്ങിയിരുന്നു. അയാൾ പലപ്പോഴും എന്നോട് പറഞ്ഞിരുന്നു, ഒന്നും നിങ്ങൾ സാധനം വാങ്ങണ്ട, അതത്ര നല്ലതല്ല, നിങ്ങൾ കൊണ്ടുപോകണ്ടെന്ന് പറയുന്നു. അപ്പോൾ എനിക്ക് വിശ്വാസം കൂടിയാളെ. അങ്ങനത്തെ അയാൾ പിറ്റേ ദിവസം എന്നെ ശരിക്ക് വെച്ച് തേമ്പി. കാരണം എനിക്ക് വിശ്വാസമായല്ലോ. കുറച്ച് ദിവസം മുമ്പ് വന്നപ്പോൾ അയാൾ എന്നോട് എന്ത് പറഞ്ഞിട്ടുണ്ട്? നിങ്ങളിത് കൊണ്ടുപോകണ്ട, ഇതത്ര നല്ല ക്വാളിറ്റി അല്ല. അതെന്തിനാണെന്നറിയോ? എൻ്റെ വിശ്വാസം അയാൾ പിടിച്ചു പറ്റിയാണ്. കണ്ടില്ലേ, അയാളിപ്പോൾ ഇന്ന് ഞാൻ സാധനം വാങ്ങാൻ ചെന്നപ്പോൾ അയാൾ എന്നോട് എടുക്കണ്ടെന്നല്ലേ പറഞ്ഞത്? അതെന്താ? എന്നോടുള്ള ആത്മാർത്ഥതയല്ലേ അത്? എനിക്ക് നല്ല സാധനം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടല്ലേ? അപ്പം ഞാൻ അയാളെ വിശ്വസിച്ചു. പിന്നെ ചെല്ലുമ്പോൾ അയാൾ എനിക്ക് ഏറ്റവും ചീഞ്ഞ സാധനം തരികയാണ്, ഒരു ക്വാളിറ്റി ഇല്ലാത്ത സാധനം തരികയാണ്. കടുത്ത വഞ്ചന. ബാഹ്യമായി അയാൾ നേടി, അയാൾ വിജയിച്ചു. പക്ഷേ പരലോകത്ത് കുഴങ്ങും. ഇതൊക്കെ പരലോകമുള്ളവർക്കല്ലേ? പരലോകമുള്ളവരോടായി പറയുന്നത്, പരലോക ബോധമുള്ളവരോടാ പറയുന്നത്. അല്ലാത്തവർക്ക് ഇപ്പോൾ ലോകത്ത് എങ്ങനെ കച്ചവടം നടത്തി വിധത്തിൽ സമ്പാദിച്ചു അതൊന്നൊരു വിഷയമല്ലല്ലോ. നമ്മളാകെ വായിക്കുന്നതും പഠിക്കുന്നതും വിശുദ്ധ ഖുർആനും ഹദീസുകളും പഠിക്കുന്നതും ഒക്കെ നമ്മൾ എപ്പോൾ കൈകെട്ടിയാലും അള്ളാഹുവിനോടൊരു കാര്യം പറയുന്നുണ്ട്, ഇന്ന സ്വലാത്തി വനുസുക്കി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ ജീവിതം, ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ നന്മയിലേ ജീവിക്കൂ അല്ലാ, നിനക്ക് വെറുപ്പുള്ളതൊന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യൂല. ഈ ഞാൻ മരിക്കുമ്പോഴും അങ്ങനെ തന്നെ നിൻ്റെ തൃപ്തിയിലായിട്ടേ മരിക്കുള്ളൂ, മരിക്കോളം ഞാൻ നിൻ്റെ തൃപ്തിയുള്ളതേ ചെയ്യുള്ളൂ എന്നൊക്കെ 5 നേരം അള്ളാൻ്റെ മുമ്പിൽ കൈകെട്ടി നിന്നിട്ട് ഇങ്ങനെ പറയുന്ന നമുക്ക് ഇതൊക്കെ മനസ്സിലായി കഴിയുമ്പോൾ നമ്മളതിൽ നിന്ന് മാറും. അപ്പം അതുകൊണ്ട് വലാ തനാജസു, നിങ്ങൾ അങ്ങനെ മറ്റുള്ളവരെ വഞ്ചിക്കുവാൻ വേണ്ടി വിലയേറ്റി പറയരുത്. പിന്നെ പറഞ്ഞു വഖൂനു ഇബാദല്ലാഹി ഇഖ്വാന. കണ്ടോ, ആ ഉഖുവത്തിനത്, ആ സാഹോദര്യത്തിനത് കളങ്കം ചാർത്തും. അതുകൊണ്ട് അടിമകളെ, അള്ളാഹുവിൻ്റെ ദാസന്മാരെ, നിങ്ങൾ സഹോദരങ്ങളായി ജീവിക്കുകയും ആ സുഹൃൽ ബന്ധത്തെ തകർക്കുന്ന ഒന്നും നിങ്ങളുടെ വാക്കിലോ നോക്കിലോ സംസാരത്തിലോ ബിസിനസ്സിലോ ഇടപാടുകളിലോ ഇടപെടലുകളിലോ വരാതെ നോക്കണേ. അപ്പോൾ മുൻ ഹദീസിൽ നിന്ന് പ്രത്യേകമായി ഇതിൽ നമ്മൾ പഠിച്ച പദമേതാണ്? വലാ തനാജസു. മറ്റുള്ളവരെ വഞ്ചിക്കുവാൻ വേണ്ടി തനിക്കാവശ്യമില്ലാത്ത വസ്തുവിന് വില വർദ്ധിപ്പിച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത്? പറയരുത്. ഇനി വഫീ റിവായത്തിൻ, മറ്റൊരു റിപ്പോർട്ടിൽ ലാ തഖാതഉ, നമ്മൾ പഠിച്ചതാണ്, നിങ്ങൾ പരസ്പരം ബന്ധം വിച്ഛേദിക്കരുത്, വിശദീകരിച്ചു കഴിഞ്ഞു. വലാ തദാബറു, നിങ്ങൾ പരസ്പരം മുഖം തിരിക്കരുത്, വിശദീകരിച്ചു. കണ്ടാൽ തിരിഞ്ഞു പോവുക, സലാം പറയുന്നില്ല, മുഖത്ത് നോക്കൂല, ചിരിക്കൂല, ഒക്കെ അങ്ങോട്ട് കൊണ്ട് കാണുമ്പോൾ അങ്ങനെ തെറ്റി അങ്ങനെ പോവുക. ഓരോ തന്ത്രം പ്രയോഗിച്ച് ആളെ കണ്ടില്ല എന്നുള്ള മട്ടിൽ അങ്ങനെ പിരിഞ്ഞു പോകുക. കാരണം എന്താ? മനസ്സുകൊണ്ട് സുഖമല്ല. മാനസിക പുറത്തേക്ക് ഇങ്ങനെ വെറുതെ ഇപ്പം നിർബന്ധിതമായിട്ടാണ് കണ്ടുമുട്ടിയാൽ ഇങ്ങനെ കാണുന്നുണ്ട്, പുറമേക്കൊന്നും ഇങ്ങനെ ചുണ്ടുകൊണ്ട് ഒന്നും ഇങ്ങനെ ചിരിച്ചില്ല എന്ന് വരുന്നുണ്ട് എന്നുള്ളതൊക്കെ അല്ലാതെ മനസ്സുകൊണ്ട് ഇണങ്ങിയിട്ടില്ല. മാനസികമായിട്ട് അകൽച്ചയാണെങ്കിൽ ഒരു മനുഷ്യൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സമാധാനത്തോടെ സന്തോഷത്തോടെ അയാളെ കണ്ണിൽ നോക്കി മുഖത്ത് നോക്കി സംസാരിക്കാൻ കഴിയൂല.
അപ്പം അതുകൊണ്ട് തന്നെ മാറിപ്പോകാനാ ശ്രമിക്കുക. ഇസ്ലാം പറഞ്ഞു വലാ തദാബറു, നിങ്ങൾ അങ്ങനെ ചെയ്യല്ലേ, അങ്ങനെ നിങ്ങൾ ചെയ്യല്ലേ. കാണുമ്പോൾ പുഞ്ചിരിച്ച് നല്ല മനസ്സോടെ നിങ്ങൾ ഇടപെടൂ. വലാ തബാഗദു, ഒരു വിദ്വേഷങ്ങൾ മനസ്സിലൊരിക്കലും ഉണ്ടാവരുത്, വിശദീകരിച്ചതാണ്. വലാ തഹാസദു, നിങ്ങൾ അസൂയപ്പെടരുത്, വിശദീകരിച്ചു. വകൂനു ഇബാദല്ലാഹി ഇഖ്വാനാ, സഹോദരങ്ങളായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ അടിമകളെ നിങ്ങൾ ജീവിക്കണേ. അപ്പം അതിൽ പ്രത്യേകിച്ചൊന്നും വന്നിട്ടില്ല. വഫീ റിവായ, മറ്റൊരു റിപ്പോർട്ടിൽ ലാ തഹാജറു വലാ യബിഉ ബഅദുകും അലാ ബൈഇ ബഅദിൻ, റവാഹു മുസ്ലിം ബികുല്ലി ഹാദിഹി റിവായാതി വറവൽ ബുഖാരി അക്സറുഹാ. ഈ റിപ്പോർട്ടിൽ എന്താ ഉള്ളത്? ലാ തഹാജറു, നിങ്ങൾ ഹജർ കാണിക്കരുത്. എന്താ ഹജർ എന്ന് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ഒരാൾ വെടിയ, ഒരാളുമായിട്ടുള്ള ബന്ധം മുറിച്ച് അയാളുമായിട്ട് 3 ദിവസത്തിലപ്പുറം, ആ ഹദീസ് പറഞ്ഞല്ലോ നമ്മൾ, നിങ്ങൾ അങ്ങനെ ബന്ധം മുറിക്കരുത്. അതിൽ ആരാണോ ആദ്യം സലാം ചൊല്ലി അടുക്കുന്നത് അവനാണ് നിങ്ങളിൽ ഉത്തമൻ എന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെ ഹജർ നമുക്ക് അനുവദിക്കപ്പെടുന്ന ചില ഘട്ടങ്ങളുണ്ട്, അത് ഏതൊക്കെ സന്ദർഭങ്ങളാണെന്നും നമ്മുടെ കഴിഞ്ഞ വിശദീകരണത്തിൽ നമ്മൾ മനസ്സിലാക്കിയതുമാണ്. ശേഷം പറയുന്ന വാചകമാണ് അതിൽ പുതിയതായിട്ട് വന്നിട്ടുള്ളത്. വലാ യബിഉ ബഅദുകും അലാ ബൈഇ ബഅദിൻ, വലാ യബിഉ ബഅദുകും, എന്താണ് പറയുന്നത്? വലാ യബിഉ ബഅദുകും, നിങ്ങളിൽ ചിലർ കച്ചവടം നടത്തരുത്, അലാ ബൈഇ ബഅദിൻ, മറ്റൊരാളുടെ കച്ചവടത്തിൻ്റെ ഇടയിൽ കയറിയിട്ട്. നമുക്കൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഞാനൊരു വസ്തുവിന് വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കച്ചവടം വേണ്ടാന്ന് വെച്ചിട്ടില്ല, ഞാൻ വേണ്ടാന്ന് പറഞ്ഞു പോന്നിട്ടില്ല, ഞാൻ അതിനിങ്ങനെ വില പറഞ്ഞ് ഞാൻ അദ്ദേഹവുമായിട്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അപ്പോൾ ഞാനൊരു 1000 റുപ്യ വില പറഞ്ഞു, അയാളും ഇങ്ങനെ ഒരു 1200 അയാളും പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ മുറിഞ്ഞിട്ടൊന്നുമില്ല. അതിൻ്റെ ഇടയ്ക്ക് ഇയാൾ കയറി ഒരു 1100 ഞാനോട് തന്നാട്ടെ. ഇടയ്ക്ക് ഇയാളാണ് കയറി പറഞ്ഞു, ഇയാൾ 1000 പറഞ്ഞിട്ടുള്ളൂ, അപ്പോൾ ഇയാളൊന്ന് പോരുകയാണ്. എന്നായിക്കോട്ടെ എന്ന് പറയാം. കണ്ടോ, ഒരു കച്ചവടം മുറിയാതെ അതിൻ്റെ ഇടയ്ക്ക് കയറിയിട്ട് വേറൊരുത്തം വില പറഞ്ഞിട്ട് അവനാണ് കൊടുക്കുന്ന പരിപാടി അതില്ല. അയാൾ പോയി, അയാളില്ല, അത് വേണ്ടാന്ന് വെച്ചു. പിന്നെ നിങ്ങൾക്ക് എത്രക്കും വിൽക്കാം. ഒരാളുടെ കച്ചവടത്തിൽ കയറി ഇടപെടരുത്. കച്ചവടം മുറിഞ്ഞിട്ടില്ല, ചിലപ്പോൾ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടാകും, ആ നിലക്ക് തീരുമാനങ്ങളൊക്കെ ആയിട്ടുണ്ടാകും. അതിൽ കയറിയിട്ട് പിന്നെ പോയിട്ട് പറയാം നിങ്ങൾക്ക് അത് നഷ്ടാട്ടോ, ഞാനത് ഇത്രക്ക് എടുത്തോളാം. അങ്ങനെയൊക്കെ ഇന്ന് നാട്ടിൽ, നമ്മുടെ നാട്ടിൽ ഈ പിന്നെ ഭൂമാഫിയകൾ അവരൊക്കെ നടത്തുന്ന ഇടപാടുകളിൽ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഇന്ന് രാജ്യത്ത് നടക്കുന്ന ഒരു പടി ഫൈനാൻസ് ഇടപാടുകളിൽ എന്തെല്ലാം വഞ്ചനകളുണ്ടോ അതൊക്കെ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനോട് ചേർത്താണ് പറഞ്ഞത്, നിങ്ങൾ ഒരാൾ വിവാഹം അന്വേഷിച്ച് നിൽക്കുന്നയാളെ ഇടയ്ക്ക് കയറി നിങ്ങൾ അന്വേഷിക്കരുത്. അതും അങ്ങനെ ഒരു മീസാഖൻ ഖലീദ് എന്ന് ഖുർആൻ പറഞ്ഞൊരു ഇടപാടാണല്ലോ വിവാഹം. ഞാനൊരാളെ വിവാഹം അന്വേഷിച്ച് നിൽക്കുകയാണ്, എൻ്റെ മകൾക്കോ മകനോ അല്ലെങ്കിൽ മറ്റാർക്കോ ബന്ധപ്പെട്ട ഒരാൾക്കൊരു വിവാഹം അന്വേഷിച്ച് നിൽക്കുകയാണ്. കാണാനും വന്ന് കാണട്ടെ എന്നൊക്കെ അങ്ങനെ പറഞ്ഞു നിൽക്കുകയാണ്. അല്ലെങ്കിൽ കണ്ടുപോന്നു, അതിലിടക്ക് വന്നിട്ട് വേറൊരാൾ അവർക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഫൈനാൻഷ്യലി കുറച്ച് പ്രതിസന്ധിയിലാണ്, പ്രയാസത്തിലാണ്, പിന്നെ അവരുടെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, ഞാനൊന്നാണ് പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് വേറൊരാൾ ഇടപെടുക. അവരത് ഒഴിവായി. ആദ്യം ഒഴിവായിട്ടുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഇതൊക്കെ നാട്ടിൽ നടക്കുന്നതാണ്. ഒഴിവായിട്ടുണ്ടോ? ഒരു പ്രശ്നമല്ല, ഇല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല, പറ്റിയിട്ടില്ല. ഒരു പെൺകുട്ടിയെ കണ്ടു, അവർക്ക് ഇഷ്ടമായില്ലെങ്കിൽ ഇഷ്ടമായില്ല എന്ന് പറഞ്ഞു, ശരി, അത് കഴിഞ്ഞു, അതവിടെ തീർന്നു. പിന്നെ മറ്റൊരാൾക്ക് അന്വേഷിക്കാൻ വരുന്നതിനോ പ്രശ്നമൊന്നുമില്ല. നേരെ മറിച്ച് കണ്ടിട്ടുള്ളൂ, ഞാൻ വിവരം തരാമെന്ന് പറഞ്ഞു പോന്നിട്ടേ ഉള്ളൂ, വിവരം പറഞ്ഞിട്ടില്ല, അതിൻ്റെ ഇടയിൽ വേറൊരുത്തൻ. പാടില്ല, ശക്തമായ വൻകുറ്റമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഹറാമാണ്, പാടില്ല എന്ന്. അതേപോലെ ഇവിടെ ഒരു കച്ചവടത്തിൽ ഇടയ്ക്ക് കയറിയിട്ട് ആ കച്ചവടത്തെ പൊളിക്കുന്ന നിലക്ക് വേറൊരാൾ കയറി നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. അതുകൊണ്ടും അതൊക്കെ ഇപ്പോൾ ഈ അധ്യായത്തിൽ കൊടുത്തതെന്തിനാ? അതുകൊണ്ടൊക്കെ മനുഷ്യന്മാർ തമ്മിലുള്ള ആ സൗഹാർദ്ദമാണ് നഷ്ടപ്പെടുന്നത്. ഇത് ഞാൻ അറിഞ്ഞാൽ എൻ്റെ മനസ്സ് വേദനിക്കും. കണ്ടില്ലേ, ഇപ്പം ഞാനൊന്ന് പറഞ്ഞു നിൽക്കുന്നിടത്ത് മറ്റോ വന്ന് ഇടപെട്ട് കണ്ടു, എനിക്ക് അയാളോടും വെറുപ്പായി, ഇയാളോടും വെറുപ്പായി. ഇയാൾ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അതൊരു ന്യായക്കേടല്ലേ? ഞാൻ പറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യത്തിൽ ഞാൻ അന്വേഷണം മുഴുവൻ അവസാനിപ്പിച്ചിട്ടില്ല, എൻ്റെ കുട്ടിക്ക് അന്വേഷിച്ചതിൻ്റെ വിവരം ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോഴേക്ക് ഇയാൾ വന്നു, അയാളോടും വെറുപ്പ്, അയാൾ സമ്മതിച്ചു, ഇയാളോടും വെറുപ്പ്. ഇപ്പം എത്ര ആളായി? ഈ 3 ആൾ തമ്മിലുള്ള ബന്ധം മുറിഞ്ഞോ? എന്തേ കാരണം? ഈ പാടില്ലാത്ത സംഗതി. ഇതുകൊണ്ടാണ് ഇസ്ലാം പറയുന്നത് ചെയ്യരുത്. ഉഖുവത്ത് ഏറ്റവും പ്രധാനമാണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, സത്യവിശ്വാസികൾ സഹോദരങ്ങളാണ്. ആ സാഹോദര്യത്തിൻ്റെ കെട്ടുറപ്പിനെ, അതിൻ്റെ ഇഴകളെ പിരിച്ചു കളയുന്ന, ഉടച്ചു കളയുന്ന, നശിപ്പിക്കുന്ന ഒരു ഇടപാടുകളും നമ്മളിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല എന്ന്. അതാണ് ഇപ്പോൾ ഈ അധ്യായത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇനി സഹോദരന്മാരെ, തുടർന്നുകൊണ്ട് അടുത്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഅൻ മുആവിയ റളിയല്ലാഹു അൻഹു ഖാല സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഇന്നക ഇൻ ഇത്തബഅത ഔറാത്തിൽ മുസ്ലിമീന അഫ്സദതഹും ഔ കിത്ത അൻ തുഫ്സിദഹും. ഹദീസുൻ സഹീഹ് റവാഹു അബൂ ദാവൂദ് ബിഇസ്നാദിൻ സഹീഹ്. മഹാനായ സഹാബി മുആവിയ റളിയല്ലാഹു തആല അൻഹു ആണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. മുആവിയ റളിയല്ലാഹു അൻഹു
4 ഖലീഫമാർക്ക് ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു തആല അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു, പിന്നെ ഹസൻ, അവരുടെയൊക്കെ ശേഷം പിന്നീട് അധികാരത്തിലേക്ക് വന്നിട്ടുള്ള ഖലീഫയാണ് ആര്? മുആവിയ റളിയല്ലാഹു അൻഹു. ഒരുപാട് ആക്ഷേപങ്ങൾ സമൂഹത്തിൽ ഇന്ന് പലരും പ്രചരിപ്പിക്കുന്ന ഒരു മഹനീയ വ്യക്തിത്വമാണ് മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ കാട്ടുകള്ളൻ എന്നൊക്കെ പ്രസംഗത്തിൽ വിശേഷിപ്പിച്ച ഫാസിക്കുകളായ പ്രഭാഷകന്മാരുണ്ട്. ഫാസിക്കുകളായ തെമ്മാടികളായ പ്രഭാഷകന്മാർ മഹാനായ ഈ സഹാബി മുആവിയ റളിയല്ലാഹു അൻഹുവിനെ പരസ്യമായി കാട്ടുകള്ളൻ എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്. അള്ളാഹു തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളാണ് സഹാബത്ത് മുഴുവനും. സഹാബിമാരിൽ ഒരാളെയും നമ്മൾ തെറി പറയാനോ പഴി പറയാനോ കുറ്റം പറയാനോ ഒന്നും പാടുള്ളതല്ല. അത് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം മഹാരഥന്മാരായ സഹാബിമാരെ യാതൊരു വിലയും കൽപ്പിക്കാതെ പുസ്തകങ്ങളിലൂടെ, ലേഖനങ്ങളിലൂടെ, പ്രസംഗങ്ങളിലൂടെ അവരെ ചീത്ത പറയുവാനും അവരെക്കുറിച്ച് മോശമായി പലതും പറയുവാനുമൊക്കെ ധാർഷ്ട്യം കാണിക്കുന്ന പല മുസ്ലിം പേരുള്ള സംഘടനകളും നിലനിൽക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. അതുകൊണ്ട് നമ്മുടെ ഈമാനിന് തകരാറ് വരാതിരിക്കാൻ സ്വഹാബത്തിനോടുള്ള സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ രൂഢമൂലമായി ഉണ്ടാകണം. കാരണം നമ്മൾക്ക് അവരെ തൃപ്തിപ്പെടാതിരിക്കാൻ എന്ത് ന്യായമാണ് നമ്മുടെ മുമ്പിലുള്ളത്? സ്വഹാബത്തിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞ സർട്ടിഫിക്കറ്റ് എന്താണ്? സൂറത്തു തൗബയിൽ കാണാം, റളിയല്ലാഹു അൻഹും വറദൂ അൻഹു. അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. അള്ള തൃപ്തിപ്പെട്ടു എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയെ എനിക്ക് നാളെ തൃപ്തിയില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ നിലവാരം എത്രത്തോളം താഴെയാണ് ഈമാനികമായ നിലക്ക് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. മഹാന്മാരായ സ്വഹാബത്തിനെ മുഴുവനും നമ്മൾ എന്ത് ചെയ്യുന്നു? റെസ്പെക്റ്റ് ചെയ്യുന്നു, ആദരിക്കുന്നു. അത് ഈമാനിൻ്റെ ഭാഗമാണ്, ഈമാനിൻ്റെ ഭാഗമാണ്. അവരോട് വെറുപ്പ് കാണിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നിഫാഖിൻ്റെ അടയാളവുമാണ്, കാപട്യത്തിൻ്റെ അടയാളവുമാണ്. ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അപ്പോൾ മുആവിയ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹമാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. അദ്ദേഹം പറയാണ്, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ ഇപ്രകാരം പറയുന്നത് ഞാൻ കേട്ടിരിക്കുന്നു. എന്താണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്? ഇന്നക ഇനിത്തബഅത, നീ ഇനിത്തബഅത, നീ പിന്തുടരാൻ പോയാൽ, ഇന്നക തീർച്ചയായും, നീ ഇനിത്തബഅത, നീ ഫോളോ ചെയ്താൽ, നീ ഇങ്ങനെ ഫോളോ ചെയ്ത് നടന്നാൽ, പിന്തുടർന്നു പോയാൽ, എന്തിനെ? ഔറാത്തിൽ മുസ്ലിമീന, മുസ്ലിമീങ്ങളുടെ പോരായ്മകൾ ചെയ്യാൻ വേണ്ടി നീ ഇങ്ങനെ പിന്നാലെ കൂടിയാൽ, അഫ്സദതഹും, നീ അവരെ കുഴപ്പത്തിലാക്കുകയാണ് ചെയ്യുന്നത്. നീ ആളുകളുടെ പോരായ്മ ചകഞ്ഞന്വേഷിക്കാൻ പിന്നാലെ കൂടിയാൽ നീ അവരെ എന്താണ് ചെയ്യുന്നത്? കുഴപ്പത്തിലാക്കുകയാണ്. അഫ്സദ, നീ അവരെ ഫസാദാക്കുന്നു. ഔ കിത്ത, അല്ലെങ്കിൽ നീ ആയിത്തീരാൻ അടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കിക്കോ. അൻ തുഫ്സിദഹും, അവരെ കുഴപ്പത്തിലാക്കാൻ. ഒന്നുകിൽ അവർ ഉടനെ കുഴപ്പത്തിലാവും, അല്ലെങ്കിൽ അവർ സമീപ ഭാവിയിൽ കുഴപ്പത്തിലാവും. ഒരാളുടെ കുറ്റവും കുറവും ചകഞ്ഞന്വേഷിച്ച് നമ്മളിങ്ങനെ പരസ്യപ്പെടുത്തിയാൽ ഉണ്ടാവുക എന്താണ്? ആ വ്യക്തിയും ഞാനും തമ്മിലുള്ള ബന്ധം അവിടെ അവസാനിക്കും, ഫസാദായി. അയാളെ മനസ്സും ഫസാദായി. എന്തേ കാരണം? നീ ഫസാദ് ഉണ്ടാക്കി. അപ്പം അയാൾക്ക് നിന്നോട് ഇഷ്ടമല്ല, അയാളെ മനസ്സ് ഫസാദായി, നീ ഫസാദാക്കി. നീ തൽക്കാലം പെട്ടെന്നൊന്നുമില്ലെങ്കിലോ കുറച്ച് കഴിയുമ്പോഴേക്ക് അയാൾക്ക് കാര്യം മനസ്സിലായി കഴിഞ്ഞു, നീ ആയിരുന്നു ഈ പ്രചരണത്തിൻ്റെ പിന്നിൽ, അയാൾക്ക് നിന്നോട് വെറുപ്പായി. അയാളെ നീ അത് മുഖേന ഫസാദാക്കുകയാണ്. ആ ഫസാദാക്കാൻ നിമിത്തം ആരാണ്? നീയാണ്. മാത്രമല്ല, അത് വിശദീകരിച്ചിടത്ത് പണ്ഡിതന്മാർ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. അയാൾ ഫസാദാകുവാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇതുവരെ അയാൾ ചെയ്തിട്ടുള്ള അയാളുടെ ഏതെങ്കിലും ഒരു പോരായ്മ ആരും അറിഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷെ നീ അത് പുറമേക്ക് കൊണ്ടുവന്നതോടുകൂടി അതിന് പബ്ലിസിറ്റി കിട്ടി, അത് ആളുകൾ അറിഞ്ഞു. അറിഞ്ഞപ്പോൾ പിന്നെ അയാൾക്കൊരു വാശിയായി, ഏതായാലും ഞാൻ സമൂഹത്തിൽ കള്ളനായി, ഇനി അതുകൂടി തന്നെ ചെയ്ത് മുന്നോട്ട് പോകാം. അതുകൊണ്ടാണ് ഇസ്ലാം എന്ത് പറഞ്ഞത്? ഒരാളുടെ പോരായ്മ നമ്മൾ അറിഞ്ഞാൽ നമ്മൾ അതിനെ പരസ്യപ്പെടുത്താതെ മൂടി വെക്കാനാണ് നോക്കേണ്ടത്. അതെന്തുകൊണ്ടാണ്? വളരെ ഗൗരവത്തോടുകൂടെ ഇസ്ലാം ഒരു കാര്യം പറഞ്ഞു. നമ്മൾ മറ്റൊരാളുടെ പോരായ്മകൾ ചകഞ്ഞ് നടന്നാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത സഹീഹായ ഹദീസിൽ കാണാം, അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, യാ മഅ്ശറ മൻ ആമന ബിലിസാനിഹി, തൻ്റെ നാവ് കൊണ്ട് മുഅ്മിനായ സമൂഹമേ. ഒരുപാട് ആൾ ഞാൻ മുഅ്മിനാന്ന് പറയുന്നു, എന്തുകൊണ്ട്? മൻ ആമന ബി ലിസാനിഹി, അവൻ്റെ വാക്കുകൊണ്ട്, നാവ് കൊണ്ട് അവൻ മുസ്ലിമാന്നോ പറയുന്നുണ്ട്. വലം യദ്ഖുലിൽ ഈമാനു ഖൽബഹു, ഈമാൻ അവൻ്റെ ഹൃദയത്തിലേക്ക് കയറിയിട്ടില്ല. അങ്ങനത്തെ ആളുകളെ വിളിച്ചിട്ട് പറയാണ്, ലാ തഗ്താബുൽ മുസ്ലിമീൻ, നിങ്ങൾ മുസ്ലിമീങ്ങളെ കുറിച്ച് പരദൂഷണം പറയരുത്. വലാ തത്തബിഉ ഔറാതിഹിം, അവരുടെ പോരായ്മകളെ നിങ്ങൾ ചുഴിഞ്ഞ് പിന്നാലെ കൂടരുത്. ഫഇന്നഹു, തീർച്ചയായും എന്താണ് കാര്യം? മനിത്തബഅ ഔറാതിഹിം,
ആരെങ്കിലും മറ്റൊരാളുടെ പോരായ്മകളുടെ പിന്നാലെ കൂടിയാൽ യത്തബിഉല്ലാഹു ഔറതഹു, എന്റെ പോരായ്മയുടെ പിന്നാലെ അള്ളയും കൂടും. ഞാൻ ഒരാളെ പോരായ്മയുടെ പിന്നാലെ ഇങ്ങനെ കൂടി അതിങ്ങനെ പരസ്യപ്പെടുത്താൻ പിന്നാലെ കൂടി നടന്നാൽ റബ്ബ് എന്നെ വിടൂലാന്ന്. അള്ള പിന്നാലെ കൂടുന്ന് പറഞ്ഞാൽ എന്താ? വമൻ യത്തബിഇല്ലാഹു ഔറതഹു, ആരുടെയെങ്കിലും അള്ളാഹു അവന്റെ പോരായ്മയുടെ പിന്നാലെ വന്നാൽ യഫ്ളഹുഹു ഫീ ബൈതിഹി, അവൻ തന്റെ വീട്ടിൽ അടച്ചു കെട്ടിയിരിക്കുകയാണെങ്കിലും റബ്ബ് അവനെ വഷളാക്കും. എന്താ പറഞ്ഞത് മനസ്സിലായോ? അത് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. മറ്റുള്ള ആളുകളെ ഒരു അബദ്ധം സംഭവിച്ചു. സൊസൈറ്റിയിൽ പല മനുഷ്യന്മാർക്കല്ലേ അബദ്ധം പറ്റുക. അബദ്ധം സംഭവിച്ചു. ആ അബദ്ധം ആരും അറിഞ്ഞിട്ടില്ല. ശരി, ഞാനത് അറിഞ്ഞപ്പോൾ ഞാൻ പിന്നങ്ങനെ അതിൻ്റെ പിന്നാലെ കൂടുകയാണ്. പിന്നാലെ കൂടിയിട്ട് ഈ മനുഷ്യനെ വഷളാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അയാളോടൊരു മുൻപകയുണ്ട്. അപ്പം ഇങ്ങനെ പിന്നാലെ കൂടി അയാളിലുള്ള ആ മോശത്തരം ഇങ്ങനെ ആരും അറിഞ്ഞിട്ടില്ല. അത് നാലാളെ അറിയിക്കാൻ വേണ്ടി ഞാനിങ്ങനെ പിന്നാലെ കൂടുകയാണ്. അങ്ങനെ ആളുകളുടെ പോരായ്മകൾ ചുഴിഞ്ഞന്വേഷിക്കാൻ വേണ്ടി നമ്മൾ നടന്നാൽ സഖറല്ലാഹു തആല, പണ്ഡിതന്മാർ വിശദീകരണം കൊടുക്കുകയാണ്, സഖറല്ലാഹു തആല ലഹു മൻ യത്തബിഉ ഔറതഹു. അല്ല പിന്നാലെ കൂടുതൽ എങ്ങനെയാ? വേറെ ഒരാളെ അല്ല നമ്മുടെ പിന്നാലെ കൂടാൻ നിശ്ചയിക്കും. വേറെ ഒരാളെ അല്ല നമ്മുടെ പിന്നാലെ കൂടാൻ നിശ്ചയിച്ചിട്ട് ഫയഫ്ളഹു, നമ്മളെ അയാളാണ് വഷളാക്കും. നമ്മളെത്ര സ്വകാര്യമായിട്ട് എവിടെ അടച്ചുകൂട്ടിയിരുന്നിട്ടും കാര്യമില്ല, സമൂഹത്തിൻ്റെ മുമ്പിൽ നമ്മളാണ് വഷളാവും. എന്തേ കാരണം? നമ്മൾ വേറൊരുത്തൻ്റെ പോരായ്മ വെളിച്ചത്ത് കൊണ്ടുവന്നു. നേരെ മറിച്ചൊരു മുസ്ലിമിനോട് ഇസ്ലാമിൻ്റെ കൽപ്പന എന്താണ്? നിങ്ങൾ ഒരാളിൽ കാണുന്ന പോരായ്മകളെ, ഒരു മുസ്ലിമായ മനുഷ്യൻ, ഒരു മോമിനായ മനുഷ്യൻ തന്നെയാണ്, അയാളെ ഈമാനും തകരാറൊന്നുമില്ല, അയാളെത്ര അബദ്ധം സംഭവിച്ചു, അയാൾ അതിൽ നിന്ന് കയറിച്ച് മടങ്ങും ചെയ്തിട്ടുണ്ടാവും, അയാൾ പിന്നെ ജീവിതത്തിലൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ പേരിൽ പിന്നെ അയാളെങ്ങനെ വേട്ടയാടി, അയാളെ പിന്നാലെ അയാളെ സംശയിച്ച് പിന്നെയും ഇങ്ങനെ നാലാളോട് പറഞ്ഞ് അവനക്ക് എവിടെ ഇറങ്ങാൻ പറ്റില്ല, അവനെ സൂക്ഷിക്കണം എന്ന് എല്ലാവരോടും പറഞ്ഞ് ഇങ്ങനെ ഓരോരുത്തരെ പിന്നാലെ കൂടി നടന്നാൽ നമ്മളെ പിന്നാലെ കൂടാൻ വേറെ ആൾക്കാരെ അള്ളാഹ് നിശ്ചയിക്കും. നമ്മളെത്ര ശുദ്ധഗതിയാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എല്ലാ മനുഷ്യന്മാരുടെ അടുത്തുണ്ടാവും ആലോകരറിയാത്ത ഒരുപാട് കാര്യങ്ങൾ. അത് റബ്ബ് ചെയ്തിട്ടുള്ള വലിയ ഞാഴ്മത്താണ്. ഈ പറയുന്ന എനിക്കൊരുപാട് മൈനസ് ഉണ്ടാവും, പ്ലസ് ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും പ്ലസ്സും മൈനസും ഒക്കെ. പ്ലസ് ജനങ്ങൾ അറിയാൻ നമ്മളൊക്കെ ഇഷ്ടപ്പെടൂ, മൈനസ് അറിയരുതേ എന്നാണ് നമ്മൾ അള്ളാഹിനോട് പറയുന്നത്. നമ്മൾ അള്ളാഹിനോട് പറയുന്നത് എന്താണ്? പ്രഭാത പ്രാർത്ഥനയിലും പ്രദോഷ പ്രാർത്ഥനയിലും മുത്തു മുസ്തഫ ഇത് പറയാത്തൊരു ദിവസം ഉണ്ടായിട്ടുണ്ടോ? അവിടുത്തേക്ക് അങ്ങനെ ഒരു മറച്ചു വെക്കേണ്ട അഴിവൊന്നുമില്ലല്ലോ. പക്ഷേ നമ്മളോടത് നിരന്തരം പറയാൻ എന്തിനാ പറഞ്ഞത്? അള്ളാഹിന്റെ റസൂൽ അത് പറയാത്തൊരു പ്രഭാതമില്ല, അത് പറയാത്തൊരു പ്രദോഷവുമില്ല. അല്ലാഹുമ്മസ്തുർ ഔറാത്തി, സുദീർഘമായൊരു പ്രാർത്ഥനയുടെ ഭാഗമാണല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അത് അറിയണ്ടാവും. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ആഫിയത ഫിദ്ദുനിയ വൽ ആഖിറ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ ഫീ ദീനി വദുനിയായ വഅഹ്ലി വമാലി, അല്ലാഹുമ്മസ്തുർ ഔറാത്തി വആമിൻ റൗആതി, اللهم احفظني من بين يدي ومن خلفي وعن يميني وعن شمالي ومن فوقي واعوذ بعظمتك ان اغتال من تحتي. ഇത് പറയാത്തൊരു ദിവസം മുത്തു മുസ്തഫയുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടില്ല. സഹോദര സഹോദരി, നമ്മൾ ആലോചിക്കുക, ഇത് പറഞ്ഞ ദിവസം എത്ര ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ? അവിടെ പറയുന്നത് എന്താണെന്നറിയാം? അതിൽ നിന്നൊരു ഭാഗം മാത്രം ആ സന്ദർഭത്തിൽ നിന്ന് ഞാൻ ഉദ്ധരിച്ചത്. അല്ലാഹുമ്മസ്തുർ ഔറാത്തി, വല്ലാത്തൊരു വാക്കാണത്. എന്റെ പോരായ്മകളെ നീ മറച്ചു വെക്കണേ അല്ലാ. രാവിലെയും വൈകുന്നേരം അള്ളാഹിനോട് പറയണേ, ഒരുപാട് പോരായ്മകൾ എനിക്കുണ്ട് അല്ലാ, മറച്ചു വെക്കണേ. മാലോകരറിയാതെ, രണ്ട് ലോകത്തും, ദുനിയാവിലും അത് ആളുകളുടെ മുമ്പിൽ അറിയരുത്, ആഖിറത്തിൽ പ്രത്യേകിച്ചും അറിയരുത്. അല്ലാഹുമ്മസ്തുർനാ ബിസിത്രിക്കൽ ജമീൽ, അല്ലാഹുമ്മ ലാ തഫ്ളഹ്നി, നീ എന്നെ വഷളാക്കരുതേ, ഏറ്റവും നല്ല നിലക്ക് നീ മറച്ചു വെക്കണേ. അള്ളാഹുവിന്റെ അസ്മാകളിൽപ്പെട്ട അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു ഇസ്മാണ്. റബ്ബിന്റെ ഈ പ്രത്യേകമായ ഗുണത്തെ അറിയിക്കുന്ന ഒരു നാമമുണ്ട് റബ്ബിന്. എന്താണ് ആ നാമം? സിത്തീർ. സത്താർ എന്ന് പറയലുണ്ട്. സത്താർ അള്ളാഹുടെ പേരല്ല, അങ്ങനെയല്ല അസ്മാഉൽ ഹുസ്നയിൽ അള്ളാഹിന്റെ പേര്. സാന്ദർഭികമായി പഠിച്ചു വെക്കണം. അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നകളിൽ ആൾക്കാർ പേരിടും സത്താർ എന്ന്, അബ്ദുൽ സത്താർ എന്നിടും. സത്താർ എന്നല്ല, റബ്ബിന്റെ ഇസ്മുകളിൽപ്പെട്ട ഒരു സിത്തീർ എന്നാണ്. സിത്തീർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അർത്ഥം തന്നെ ധാരാളമായി മറച്ചു വെക്കുന്നവരാണ്. നമ്മളിൽ നിന്ന് സംഭവിച്ച പോരായ്മകൾ മാലോകരറിയാതെ മറച്ചു വെക്കുന്ന ഏറ്റവും വലിയ റഹ്മത്ത് നമ്മോട് ചെയ്യുന്നവനാണ് അല്ലാഹ്. ദുനിയാവിലത് മറച്ചു വെച്ചു. ഇനി മോമിനീങ്ങൾ നാളെ പരലോകത്ത് എത്തുമ്പോൾ വിചാരണയ്ക്ക് വേണ്ടി റബ്ബിന്റെ കോടതിയിൽ നിൽക്കുമ്പോൾ അള്ളാഹു ഈ അടിമയോട് ഇങ്ങോട്ട് അടുത്ത് നിൽക്കുന്നതാണ്. മുഅ്മിനിനോട് അടുത്ത് നിൽക്കും റബ്ബ്. എന്നിട്ട് അവൻ്റെ റെക്കോർഡ് ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് ചോദിക്കും, ഇതിലുള്ളതൊക്കെ നീ വായിച്ചോ? പറയും വായിച്ചു. ഇതിൽ എഴുതപ്പെട്ട കാര്യങ്ങളൊക്കെ നീ അംഗീകരിക്കുന്നുവോ?
മുഅ്മിനായ മനുഷ്യൻ പറയും അംഗീകരിക്കും, പടച്ചോനെ ഞാൻ ചെയ്തതാണ്. ബേജാറായി മോമിൻ, എന്താ ഇതിൻ്റെ പേരിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന ബേജാറിലും വെപ്രാളത്തിലും വിറ കൊണ്ട് നിൽക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീനോട് പറയും, ഇതൊക്കെ മാലോകരറിയാതെ ദുന്യാവിൽ നിന്റെ പാപങ്ങളിൽ നിന്ന് ഞാൻ മൂടി വെച്ചവയാണ്. ഇതൊന്നും നാട്ടുകാർ അറിഞ്ഞിട്ടില്ല കേട്ടോ, ദുന്യാവിൽ ഒരാളും അറിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള പാപങ്ങളാണിത്. അപ്പൊ മുഅ്മിന് കൂടുതൽ പേടിയായി, ദുന്യാവിൽ ഇത് മറച്ചു വെച്ചു, ഇവിടെ നിന്നെ പിടിക്കാൻ പോവുകയാണോ? അതങ്ങട്ട് വിചാരിച്ച് നിൽക്കുമ്പോഴേക്ക് റഹ്മാനായ റബ്ബിന്റെ അടുത്ത വാചകം, ഇതൊക്കെ ദുന്യാവിൽ നിന്റെ കാര്യത്തിൽ ഞാൻ മറച്ചു വെച്ചു, അതേപോലെ ഇതാ ഇന്നത്തെ ദിവസവും ഞാനത് മുഴുവനും മറച്ചു വെച്ച് നിനക്ക് പൊറുത്തു തന്നിരിക്കുന്നു. ഇന്ന് പറയുന്നൊരു ദിവസം വരാനുണ്ട്, മുഅ്മിനീങ്ങൾക്ക് മാത്രമാണ്. അള്ളാഹു നമ്മെ അതിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അതാണ് സിത്തീർ, റഹ്മാനായ റബ്ബ് മറച്ചു വെക്കുക. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പാപങ്ങൾ അള്ളാഹ് മറച്ചു വെക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ മറ്റുള്ളവരുടെ പോരായ്മകൾ അറിഞ്ഞത് നമ്മൾ മറച്ചു വെക്കണം. മൻ സതറ മുസ്ലിമൻ സതറഹുല്ലാഹ്, മൻ സതറ മുസ്ലിമൻ സതറഹുല്ലാഹ്. ആരെങ്കിലും ഒരു മുസ്ലിമിന്റെ പോരായ്മകൾ മറച്ചു വെച്ചാൽ അള്ളാഹു അവന്റെ പോരായ്മകൾ നാളെ പരലോകത്തും ദുന്യാവിലൊക്കെ മറച്ചു വെക്കും. അതുകൊണ്ട് മയ്യത്ത് കുളിപ്പിക്കുന്നവരോട് വരെ പറഞ്ഞു, നിങ്ങൾ അമാനത്തുള്ളവരെ മയ്യത്ത് കുളിപ്പിക്കാവൂ. മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ പലതും കാണും, പലതും അനുഭവിക്കും. കുളിപ്പിച്ചു കഴിഞ്ഞ് പുറത്തു വന്നിട്ട് പറയാൻ പാടില്ല. അതൊരു മുഅ്മിനിന്റെ മരണശേഷവുമുള്ള അവന്റെ അഭിമാനമാണത്. മരണശേഷവുമുള്ള ഒരാളുടെ അഭിമാനം കാത്തു സൂക്ഷിക്കൽ. ഒരു മുസ്ലിം മരിക്കുവോളം മാത്രമല്ല നമുക്ക് അയാളോട് അയാളുടെ ഇർദിൽ ഇടപെടരുത് എന്ന് പറഞ്ഞിട്ടുള്ളത്, മരിച്ചാലും ഒരു മുസ്ലിമിന്റെ ഇർദിൽ നമ്മൾ ഇടപെടാൻ പാടില്ല. മരിച്ചാൽ അയാളുടെ ഇർദിൽ ഇടപെടെങ്ങനെ? നമ്മൾ മയ്യത്ത് കുളിപ്പിച്ചപ്പോൾ ജനാസ കുളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ അവസരം കിട്ടുകയാണെങ്കിൽ കയറണം. നേർക്ക് നേരെയാണ് കുളിപ്പിക്കാനുള്ള ധൈര്യം ഇല്ലെങ്കിൽ ഒന്ന് കാണുക, എത്തി നോക്കിയെങ്കിലുമൊക്കെ ഒന്ന് വേണം. ഞാനൊരു സാന്ദർഭികമായിട്ട് പറയാണ്. ഇവിടെ ഇപ്പം നമുക്ക് പലപ്പോഴും അതിന് അവസരമൊന്നും ഉണ്ടാവില്ല. ഈ നാട്ടിൽ ഇവിടെയും കിട്ടുകയാണെങ്കിലും അങ്ങനെ കുളിപ്പിക്കാൻ കിട്ടുന്ന അവസരങ്ങളിൽ ഒരു വേള ഈ ജനാസ കുളിപ്പിക്കുക എന്നുള്ളത് അതിന് വേറൊരു ധൈര്യമാണ്. അവിടെ പലതും സംഭവിക്കും. കാരണം എഴുന്നേൽപ്പിച്ചേണ്ടി ഇരുത്തി വയറിങ്ങട്ട് ഞെക്കിന് തടവുന്നതോടുകൂടി ഉള്ളിലുള്ള മാലിന്യങ്ങളൊക്കെ ഒരുപാട് വരും. അപ്പോഴേക്ക് വേറൊരാൾ വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടാകും. കാരണം അപ്പം നല്ല മണം വരും, കാഴ്ചകൾ പലതും നമ്മൾ ഇഷ്ടപ്പെടാത്ത നിലക്കുള്ള മാലിന്യങ്ങൾ കാണും, ഒക്കെ ഉണ്ടാവും. നിറപ്പകർച്ച കാണും, പലതും കാണും. എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ പറയാം, ഓ കുളിപ്പിച്ച് കഴിയാൻ ബുദ്ധിമുട്ടിട്ടോ, എന്തായിരുന്നു മണം, സുബ്ഹാനല്ലാഹ്. പറയാൻ പാടുണ്ടോ? പറയാൻ പാടില്ലല്ലോ. അങ്ങനെ തോന്നെ മയ്യത്ത് കുളിപ്പിക്കാൻ ഏൽപ്പിക്കരുത്. അതുകൊണ്ടാണ് ജനാസ കുളിപ്പിക്കാൻ നമുക്ക് ഏറ്റവും നമ്മളുടെ അമാനത്ത് കാത്തു സൂക്ഷിക്കുന്നു ഉറപ്പുള്ള ആളുകൾ വല്ലവരുണ്ടെങ്കിൽ നമുക്ക് വസിയത്തൊക്കെ കൊടുക്കുക, നമ്മൾ കുളിപ്പിക്കാൻ കേട്ടോ. ഇന്നിപ്പോ അങ്ങനെ അമാനത്ത് പുറത്തു വിടാത്ത ആൾക്കാരെ അവർക്ക് ധൈര്യമല്ല, ഏൽപ്പിക്കാനായിട്ട് നമുക്ക് ധൈര്യമല്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു ജനാസ ഖബറടക്കിയിട്ട് വീട്ടിലേക്ക് വന്നതാണ്. വീട്ടിലേക്ക് വന്നപ്പോൾ അള്ളാഹിൻ്റെ റസൂലിന് ഭയങ്കര തലവേദന ഉണ്ട്. ഒരു ജനാസ കഴിഞ്ഞ് വരികയാണ്. വീട്ടിലെത്തിയപ്പോൾ നല്ല തലവേദന. അപ്പോൾ ഉമ്മ അവിടെ ഉണ്ട്, വാ റസാന്ന് ഉമ്മയും പറയുന്നുണ്ട്. ആയിഷമ്മ ബീവിയാണ്. എൻ്റെ തലാന്ന് പറയുന്നത്, നബി വാ റസാന്ന് പറഞ്ഞിട്ടാ വരുന്നത്. അപ്പോൾ ആയിഷമ്മ ബീവി വാ റസാന്ന് പറയും. നല്ല തലവേദന ഉണ്ട്. അപ്പോൾ അള്ളാഹിൻ്റെ റസൂല് അവിടെ ഒരു തമാശയിലൂടെ ഒരു കാര്യം പറഞ്ഞു, ആയിഷയ്ക്ക് പേടിക്കണ്ട, എനിക്ക് മുമ്പ് നീയാണ് മരിക്കുന്നതെങ്കിൽ നിന്റെ ജനാസ ഞാൻ കുളിപ്പിക്കും. സുബ്ഹാനല്ലാഹ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അസ്മാ റളിയല്ലാഹു തആല അൻഹയുടെ വസിയത്ത് കൊടുത്തു. അസ്മാ ബീവി ജനാസ കുളിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യമാർ, നമ്മുടെ ഉമ്മമാർ പിൽക്കാലത്ത് പറഞ്ഞു, ശേഷം വരാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി അറിയാൻ നമുക്ക് കഴിയുമായിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ജനാസ അവിടുത്തെ ഭാര്യമാരല്ലാതെ കുളിപ്പിക്കില്ലായിരുന്നു. ഭാര്യയ്ക്ക് ഭർത്താവിനെ കുളിപ്പിച്ചൂടെ? ഭർത്താവിന് ഭാര്യയെയും കുളിപ്പിക്കാം, പക്ഷേ ധൈര്യമില്ല. ആരെ കുളിപ്പിക്കും? ഭർത്താവ് മരിച്ചടക്കുമെന്ന് ഏതെങ്കിലും ഒരു പെണ്ണുങ്ങൾക്ക് കയറി കുളിപ്പിക്കാൻ പറ്റുമോ? ധൈര്യമുള്ളവരുണ്ടാവണം എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ ആർക്കും അതിന് ധൈര്യം ഉണ്ടാവില്ല. ആ കയ്യും കാലും വറക്കും. അവിടെ ഒരു ഭാഗത്ത് കിടക്കുന്നുണ്ടാവും, ചിലപ്പോൾ എഴുന്നേറ്റ് വരാൻ വരെ പറ്റില്ല. അവിടെ വേറെ മസലകൾ മനസ്സിലാക്കണം. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയകളിലൊക്കെ പലരും പറയുന്നു, ഒരു ജനാസ ഒരു പ്രിയപ്പെട്ടവൾ മരിച്ചു കിടക്കുകയാണ്, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവൻ മരിച്ചു കിടക്കുകയാണ്, അന്തിമമായി ആ നെറ്റിത്തടത്തിൽ ഒരു ചുംബനമർപ്പിക്കുവാൻ പോലും അനുവദിക്കാത്ത ശരീഅത്ത് എന്തിനാ നമുക്ക് എന്ന് ഇസ്ലാമിനെ കുതിര കയറുന്നുണ്ട് ഇവിടെ ചില വിവരം കെട്ട ആളുകൾ. അത് നമ്മുടെ വിവരക്കേടാണ്. മരിച്ചാൽ പിന്നെ ഭാര്യയും ഭർത്താവും തമ്മിൽ ഉളൊക്കെ എടുത്തു കഴിഞ്ഞൊക്കെ റെഡിയാക്കി കഫംപടവിൽ വെച്ച് അവസാനത്തെ നോട്ടത്തിന് ചെല്ലുമ്പോൾ ഭാര്യയ്ക്ക് ഭർത്താവിനെയോ ഭർത്താവിന് ഭാര്യയെയോ ചുംബിക്കാൻ പാടില്ല, തൊടാൻ പാടില്ല. കാരണം അത് അന്യപെണ്ണായി ഉളു മുറിഞ്ഞു പോകുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇതൊക്കെ പ്രചരിപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയകൾ. നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതൊക്കെ പ്രചരിപ്പിക്കുകയാണ്. ഇതാണ് ഇസ്ലാം.
അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണ്, ജനാസ കുളിപ്പിക്കുന്നിടത്ത് പോലും ഒരാൾ മറ്റൊരാളുടെ അഭിമാനത്തെ സൂക്ഷിക്കണം എന്നാണ്. അതിന് കഴിയുന്ന ആളുകളാണ് ജനാസ കുളിപ്പിക്കേണ്ടത്. ഇതിപ്പോൾ ആരെങ്കിലുമൊക്കെ ജനാസ കുളിപ്പിച്ചിട്ട് ഒരാളോട് വെറുപ്പുണ്ടെങ്കിൽ നാടൊട്ടാകത് പറഞ്ഞു നടക്കും. കുളിപ്പിച്ച് കഴിഞ്ഞിട്ടാൻ പെട്ടൊരു ഇടങ്ങേറ്, എന്താണ് ആ മുഖക്കണ്ട് കറുത്തി ഇരുണ്ട് കിടക്കല്ലേ. ചിലപ്പോൾ പറയും എന്നാ മുഖക്ക് എന്താ കറുത്ത് കരിവാളിച്ചിട്ടുള്ളൊരു മുഖമാണ്, ഒരു പ്രകാശവും ഇല്ല, അയാളെ പറ്റി ഇനി ഒന്നും പറയാനൊന്നുമില്ല എന്നൊക്കെയാണ് പറയും. പറയാൻ പാടില്ല. അപ്പോൾ ഒരാളുടെ ഇസ്സത്ത്, ഒരാളുടെ ഇർദ്, അഭിമാനം മരണശേഷവും ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ഒരു മുസൽമാന്, ഒരു മുസ്ലിമിന്റെ ഖബർ, ആ ഖബറിനോട് വരെ നമുക്ക് ഇക്റാമുണ്ട്. ഖബറിൽ ചവിട്ടരുത്, നോക്കൂ നിങ്ങൾ, ഖബറിന്മേൽ ചവിട്ടരുത്, അതിന്മേൽ ഇരിക്കരുത്, മലമൂത്ര വിസർജനം നിർവഹിക്കരുത് എന്നൊക്കെ എന്തിനാ പറയുന്നത്? ആള് മരിച്ചു പോയില്ല, ഇനിയിപ്പോൾ ആ മണ്ണുമായപ്പോൾ അയാൾക്ക് എന്താ താഴെയല്ലേ, അതൊക്കെ എന്നോ മണ്ണായി പോയില്ലേ, ഒന്നുമില്ല. അതിനൊരു പവിത്രത ഉണ്ട്, അതിനൊരു ആദരവുണ്ട്. എന്നാൽ ഖബറിനെ ആദരിക്കുന്നു എന്ന് പേരും പറയാ, അവരെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അത് ശിർക്കാണ്, അത് ഹറാമാണ്, തെറ്റാണ്. ഉള്ളത് ഉള്ളതുപോലെ മനസ്സിലാക്കണം, ഇല്ലാത്തത് ഇല്ലാത്തതായിട്ട് തന്നെ നമ്മൾ അറിയണം. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത് അത്രത്തോളം ഇസ്ലാം പവിത്രമായി കൽപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ് മുസ്ലിമീങ്ങൾ തമ്മിലുള്ള അവരുടെ സ്നേഹവും സൗഹാർദ്ദവും അവരുടെ ബന്ധങ്ങളുമൊക്കെ. അതിന് ഉലച്ചിൽ തട്ടുന്ന ഒരു രൂപത്തിലുള്ള ചുഴിഞ്ഞന്വേഷണത്തിനും നിൽക്കരുത്. അപ്പോൾ ഒരാളുടെ പിന്നാലെ ഇങ്ങനെ കൂടിയിട്ട് ഒരാളുടെ ഇസ്സത്ത് കളയാൻ വേണ്ടിയിട്ട് അയാളിൽ എന്നോ ഉണ്ടായിട്ടുള്ളൊരു പാപം ഇങ്ങനെ വിളിച്ചു പറയുക, നാലാളോട് ഇങ്ങനെ സ്വകാര്യമായിട്ട് പറയാ, ഞാൻ എന്നോട് മാത്രം പറഞ്ഞാട്ടെ, ഇജ്ജ് ഇനി ആരോടും പറയണ്ട. അയാൾ കേട്ടു. അയാൾ പറയുമ്പോൾ ഞാൻ ആരോടും പറയില്ല. അയാൾ കേട്ടു. അയാൾ 24 മണിക്കൂർ ആയതിൻ്റെ മുമ്പ് തന്നെ കുറച്ചാളെ കണ്ടു. അയാൾ പറഞ്ഞു, എന്നോട് മാത്രം പറയണേ, ഓനെ ഇടപാടിനുള്ളൂ കേട്ടോ, ഓൻ ഇങ്ങനൊരു അസുഖം കിട്ടും, പോക്കാട്ട കാണണമെന്നല്ല ആള്. അവൻ ഈ ഓരോ കാര്യത്തിനും ഇങ്ങനെ എടുത്തു പറഞ്ഞിട്ട് ഇങ്ങനെ അവൻ്റെ നോക്കൂ നിങ്ങൾ, ഒരാളുടെ എന്തിനാണ് ഒരാളുടെ പോരായ്മ? നമ്മളെ പോരായ്മ ചെയ്യാൻ പിന്നാലെ ആളെ നിശ്ചയിക്കും. നമ്മളെ പോരായ്മ ചെയ്യാൻ അല്ല വേറെ ആളെ നിശ്ചയിക്കും, നമ്മളെ വഷളാക്കും. എവിടെ അടച്ചുകൂട്ടിയിരുന്നിട്ടും കാര്യമില്ല. അതാ റസൂൽ പറഞ്ഞത്, എന്ത്, വീട്ടിൻ്റെ അകത്ത് ഒളിച്ചിരുന്നിട്ടും കാര്യമില്ല, ജനമധ്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും? വഷളാക്കപ്പെടും. അതുകൊണ്ട് ഒരാളുടെയും പോരായ്മകൾ വെളിച്ചത്ത് കൊണ്ടുവരരുത്. എന്നാൽ ഇതിൽ നിന്ന് ഇത്തരം പാപങ്ങൾ, ചില ആളുകളുടെ പാപങ്ങൾ പരസ്യപ്പെടുത്തുവാൻ നമുക്ക് അനുവാദം തന്നിട്ടുണ്ട്. അതെന്താണ്? ഒരാൾ പരസ്യമായിട്ട് തെമ്മാടിത്തം ചെയ്യണം, ആ തെമ്മാടിത്തം ചെയ്യുന്ന അത്തരത്തിലുള്ള ആൾ എപ്പോഴെങ്കിലും ഒരു പറ്റിപ്പോയിരുന്നില്ല, അയാൾക്ക് അതന്നെ പണി, മഹാഫ്രോഡാണ്, തെമ്മാടിയാണ്, അയാളെ സൂക്ഷിക്കണം. അത് മുന്നറിയിപ്പ് കൊടുക്കുക, അയാൾ ഇടപാടിന് പറ്റൂല, അയാളെ സൂക്ഷിച്ചോ, അയാളെ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളൂല കേട്ടോ, അയാൾ അങ്ങനത്തെ കുഴപ്പമുള്ള ആളാണ്. അങ്ങനത്തെ തെമ്മാടികൾ അത് വേറെ വിഷയമാണ്. ഇതല്ല, ഇത് മാനുഷികമായിട്ടൊരു മനുഷ്യൻ്റെ അടുക്കൽ നിന്ന് വന്നുപോയി, ആരും അറിഞ്ഞില്ല, അയാളതിൽ പശ്ചാത്തപിച്ചു, അയാളതിൽ വല്ലാത്ത ഖേദത്തിലാണ്. അങ്ങനത്തെ നമ്മളായിട്ട് എന്ത് ചെയ്യരുത്? പരസ്യപ്പെടുത്താൻ പാടില്ല. ഇനി നോക്കൂ, നിങ്ങൾ അടുത്ത ഹദീസ് നോക്കൂ. അൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അന്നഹു ഉതിയ ബിറജുലിൻ ഫഖീല ലഹു ഹാദാ ഫുലാനുൻ തഖ്തുറു ലിഹ്യതുഹു ഖംറാ ഫഖാല ഇന്നാ നുഹീനാ അനി തജസ്സുസി വലാകിൻ ഇൻ യദ്ഹർ ലനാ ശൈഉൻ നഅഖുദു ബിഹി ഹദീസുൻ ഹസനുൻ സഹീഹ്. അവിടെ എന്താ വിഷയം? മഹാനായ സഹാബി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, അന്നഹു ഉതിയ ബിറജുലിൻ, അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരിക്കൽ കൊണ്ടുവരപ്പെട്ടു. ഉതിയ ബിറജുലിൻ, ഒരാളെ അദ്ദേഹത്തിന്റെ അടുക്കൽ കൊണ്ടുവരപ്പെട്ടു. ഫഖീല ലഹു, കൊണ്ടുവന്ന ആൾ എന്നിട്ട് ഇയാളോട് പറഞ്ഞു, ഹാദാ ഫുലാനുൻ, ഞാൻ ഇയാളെ പിടിച്ചുകൊണ്ട് വന്നിട്ടുള്ളത് എന്തിനാണെന്നറിയോ? തഖ്തുറു ലിഹ്യതുഹു ഖംറാൻ, അയാളെ താടിമെന്ന് കള്ള ഒറ്റി വീണത് ഞാൻ കണ്ടതാണ്. അയാളെ താടിമെന്ന് കള്ളിറ്റ് വീണത് കണ്ടിട്ടാണ് ഇപ്പോൾ ഞാൻ പിടിച്ചു വരുന്നത്. ആരടുത്തേക്കാണ് കൊണ്ടുവരുന്നത്? സഹാബിയുടെ അടുത്തേക്ക് കൊണ്ടുവരണം, കേസ് ബോധിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരണം, ശിക്ഷ നടപ്പാക്കണം എന്നാണ് പറയുന്നത്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇന്നാ നുഹീനാ അനി തജസ്സുസി, നമ്മൾ വിലക്കപ്പെട്ടിരിക്കുന്നല്ലോ അനി തജസ്സുസി, ചുഴിഞ്ഞന്വേഷിക്കുന്നതിൽ നിന്ന്. ഞാൻ കണ്ടിട്ടില്ല, നിങ്ങൾ കണ്ടു എന്നല്ല പറയണേ, എനിക്കൊന്നും പറയാൻ പറ്റൂല. ഇനിയിപ്പോൾ അയാളെ പോയിട്ട് എന്തെങ്കിലും നോക്കിയിട്ട് അങ്ങനെ അതിന് പിന്നാലെ കൂടി എപ്പോഴാ എങ്ങനെ ഏതാന്നൊക്കെ, അയാൾ സ്വകാര്യമായിട്ട് ചെയ്തതല്ലേ, അതിലടച്ച് ചെയ്തു, ആരും കാണാതെ ചെയ്തു, പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചോ അല്ലേ നമുക്കൊന്നും അറിയൂല, നമ്മൾ തെറ്റിദ്ധരിക്കണ്ട. അങ്ങനെ പിന്നാലെ കൂടുതൽ നമുക്ക് പാടില്ലല്ലോ. വലാകിൻ, നമുക്കെത്രേ കടമയുള്ളൂ, ഇൻ യദ്ഹർ ലനാ ശൈഉൻ, പരസ്യമായി അയാളിൽ നിന്ന് വല്ലതും കണ്ടാൽ, വെളിവായാൽ, നഅഖുദു ബിഹി, അതിൻ്റെ പേരിൽ നമ്മൾ പിടികൂടും. പരസ്യമായിട്ടുണ്ടെങ്കിൽ പിടികൂടും എന്നുള്ളതല്ലാതെ ഒരാളെ പറ്റി മറ്റൊരാളിങ്ങനെ ഒരു ഊഹം പറഞ്ഞു എന്നിട്ട് അത് ശരിയാ നോക്കാൻ പിന്നാലെ പോവുക, അയാളെ വീട് സെർച്ച് ചെയ്യുക, അവിടെ കള്ളിൻ്റെ കുപ്പിയുണ്ടോ, അയാൾ വീട്ടിലിരുന്ന് കുടിച്ചിക്കണോ, അയാളെ മണത്ത് വെക്കുക, താടിയൊക്കെ മണത്ത് വെക്കുക, അല്ലെങ്കിൽ അയാളുടെ തല മണത്ത് വെക്കുക, അല്ലെങ്കിൽ അയാളെ വായ മണപ്പിച്ച് വെക്കുക, ഇങ്ങനെ പിന്നാലെ നടന്നിട്ടൊരു മുസ്ലിമായ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്താൻ ഏൽപ്പിക്കപ്പെട്ടിട്ടില്ല. നേരെ മറിച്ച് അതിൻ്റേതായ ചില ഘട്ടങ്ങൾ വരുന്നിടത്ത് അതിൻ്റേതായ ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകൾ അതിൻ്റെ ആവശ്യാർത്ഥം ചിലപ്പോൾ ചുഴിഞ്ഞന്വേഷിക്കാൻ പോകും. ഒരു ഡ്രൈവർ, പൊതുവേയുള്ള നിയമാണെന്ത്, മദ്യപിച്ചുകൊണ്ട് വാഹനം ഓടിക്കാൻ പാടില്ല. അപകടം ഉണ്ടാക്കി, പോലീസ് പിടിച്ചു, ഡോറ് തുറന്നിട്ട് പറഞ്ഞു ഊതറ,
അയാൾ കണ്ടുപിടിക്കണത് പോലീസ് കണ്ടുണോ? കണ്ടിട്ടില്ല. ഇനി കുടിച്ചിക്കണോന്ന് ഇയാൾ അറിയണേ പിന്നെ ആധുനിക സംവിധാനം ഊതാൻ പറഞ്ഞു. ആ ഊതുമ്പോൾ പി 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 എന്ന് പറഞ്ഞാൽ അവനെ കൊണ്ടുപോയി കേസായി, കുറ്റായി. അതല്ലാതെ പരിയിലിരിക്കുന്ന എല്ലാവരും വാതിൽ മുട്ടിയിട്ട് എല്ലാവരും വീട്ടിൽ കയറുക, ഊതറ ഊതറ എന്ന് പറയലുണ്ടോ? അങ്ങനെ നമ്മളോട് ഏൽപ്പിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അത് ആവശ്യമായി വരുന്ന ഘട്ടങ്ങളിൽ അതൊക്കെ നമുക്ക് മനസ്സിലാവും, എവിടെ അത് അനുവദിക്കപ്പെട്ടത്, എവിടെ പാടില്ലാത്തത്. അല്ലാതെ ഉണ്ടല്ലോ നമുക്കൊരാളോട് ഒരു വിദ്വേഷം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അവനങ്ങോട്ട് നാറ്റിക്കണം എന്നും വിചാരിച്ചിട്ട് ആണാവട്ടെ പെണ്ണാവട്ടെ എന്തൊക്കെയാ ഓരോരുത്തർക്ക് പോരായ്മയുള്ളത് നോക്കി നടക്കുക. സഹോദരങ്ങളെ, പോരായ്മല്ലാത്ത ആരാ ദുന്യാവിലുള്ളത്? നമുക്കൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് ഒരുപാട് മൈനസുകളാണുള്ളത്, കുറേ പ്ലസ് ഉണ്ടാവും. പക്ഷേ ഈ മൈനസ് നോക്കാനായിട്ട് നമ്മൾ മറ്റൊരാളുടെ നോക്കാൻ നടന്നാൽ നമ്മളത് നോക്കാൻ വേറെ ആൾക്കാർ ബാക്കിലുണ്ടാവും. അത് അതിൻ്റെ കാവ്യനീതിയാണ്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. ഇനി അവസാനം ഒരൊറ്റ കാര്യം കൂടി ഞാൻ വിശദീകരിക്കുകയാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, ഇങ്ങനെ വല്ലതും സംഭവിച്ചാൽ ഇനി എന്താ മാർഗം? മഹാനായ മുഹമ്മദ് സാലിഹ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹിയോടൊരു ചോദ്യം വരെയാണ്, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഞാൻ ചില ആളുകളെ കുറിച്ചൊക്കെ പറഞ്ഞുപോയി, ഞാൻ എന്താ ഇനി അതിന് പരിഹാരം? അദ്ദേഹം കൊടുക്കുന്ന മറുപടി കേട്ടോളൂ. അങ്ങനെ പറ്റിപ്പോയെങ്കിൽ ഉടനെ എന്ത് ചെയ്യണം? തൗബ ചെയ്യണം. നിങ്ങൾ തൗബ ചെയ്യുക. പറ്റുമെങ്കിൽ അയാളോട് പറഞ്ഞ് നിങ്ങൾ അയാളോട് മാപ്പാക്കാൻ പറയുക. ചില കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി അത് പറഞ്ഞാൽ ഉള്ള ബന്ധവും കൂടി നശിക്കുകയാണോ ചെയ്യുക? നിങ്ങളത് പറയണ്ട. നിങ്ങൾ അയാൾക്ക് വേണ്ടി അയാളുടെ അസാന്നിധ്യത്തിൽ നിരന്തരമായി പ്രാർത്ഥിക്കുക. അയാളെക്കുറിച്ച് നിങ്ങൾ എവിടെയൊക്കെ മോശം പറഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെ നിങ്ങൾ അയാളെക്കുറിച്ച് നല്ലത് പറയാൻ നോക്കുക. അള്ളാഹുവിനോട് നിങ്ങൾ ഇസ്തിഗ്ഫാറിനെ ചോദിക്കുകയും ചെയ്യുക. അങ്ങനെ അള്ളാഹു പുറത്തു തന്നേക്കും. അതാണ് ചെയ്യേണ്ടത്. ഇതാണ് ആ വിഷയത്തിൽ പണ്ഡിതന്മാർ നൽകിയിട്ടുള്ള ഫത്വകളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പറഞ്ഞ അധ്യായമോട് അവസാനിച്ചിരിക്കുന്നു. അടുത്ത അധ്യായം തന്നെയാണ് മുസ്ലിമീങ്ങളെക്കുറിച്ച് ചീത്തയായ വിചാരങ്ങൾ പാടില്ല എന്നുള്ളത് നമ്മൾ വിശദീകരിച്ചതായതുകൊണ്ട് അതിലെ ആയത്തും ഹദീസൊക്കെ കഴിഞ്ഞ ദർസുകളിൽ നമ്മൾ വിശദീകരിച്ചു. അതുകൊണ്ട് ഇനി നമ്മൾ വായിക്കാൻ പോകുന്നത് ബാബു തഹരീമി ഇഹ്തിഖാരിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളെ നിസ്സാരമാക്കുന്നത് നിഷിദ്ധമാണ് എന്ന് പറയുന്ന അധ്യായമാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അത് വിശദീകരിക്കണം. റഹ്മാനായ റബ്ബ് എല്ലാ നിലക്കും അവരിഷ്ടപ്പെടുന്ന സ്വഭാവ മൂല്യങ്ങളുടെ വക്താക്കളായി മുന്നോട്ട് പോകാൻ നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അപാകതകളും അബദ്ധങ്ങളും അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. മാരക രോഗങ്ങളിൽ നിന്ന് അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു പരിപൂർണമായും ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.